നമസ്കാരം. പ്രൈം ഡിബേറ്റിലേക്ക് സ്വാഗതം. സ്ത്രീകളുടെ സുരക്ഷയും ആത്മാഭിമാനവും സംരക്ഷിക്കപ്പെടണം എന്നാഗ്രഹിക്കുന്ന പാർട്ടിയാണ് കോൺഗ്രസ്. അതിനാൽ രാഹുൽ മാങ്കൂട്ടത്തിലിനെ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്ത് മാറ്റി നിർത്തുന്നു. KPCC പ്രസിഡന്റ് സണ്ണി ജോസഫിന്റെ വാക്കുകൾ. അപ്പോൾ പാലക്കാട്ടുകാർ ഈ കള്ളനാണയത്തെ സഹിക്കണമെന്നല്ലേ? അതിന് പാർട്ടിക്ക് ഉത്തരവാദിത്തമില്ല. കാരണം രാഹുൽ കോൺഗ്രസ് അല്ല. CPM നേതാക്കൾ രാഹുലിനെ സസ്പെൻഡ് ചെയ്തതിലൂടെ CPMനേക്കാൾ രാഹുലിനെ സസ്പെൻഡ് ചെയ്തതിലൂടെ കോൺഗ്രസ് മാതൃക കാട്ടി. എന്നാൽ പാർട്ടിക്ക് പോലും ബോധ്യമായ കാര്യത്തിൽ പാർട്ടിക്ക് ഈ വിഴുപ്പ് ചുമക്കാൻ കഴിയാത്ത അവസ്ഥയിൽ പാർട്ടിക്ക് ആവശ്യമില്ലാത്തയാളെ ഉപതെരഞ്ഞെടുപ്പ് ഒഴിവാക്കാൻ മാത്രം പാലക്കാട്ടുകാർ സഹിക്കണം. പാർട്ടിക്ക് പരാതി കിട്ടാത്തതിനാൽ എന്ന ന്യായം മാത്രമേ കോൺഗ്രസിനുള്ളൂ. അതും വിശ്വസിക്കാൻ പ്രയാസം. പ്രസ്ഥാനത്തെ മറ്റുള്ളവർക്ക് കൊട്ടാൻ ഇട്ടുകൊടുക്കില്ലെന്ന് വീമ്പ് പറഞ്ഞിരുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ കോൺഗ്രസ് പാർട്ടിയെ നാണക്കേടിന്റെ പടുകുഴിയിലാക്കുമ്പോൾ, വികലമായ ന്യായങ്ങളിലൂടെ വീണ്ടും പരിഹാസ്യനാകുമ്പോൾ പ്രൈം ഡിബേറ്റ് ചർച്ച ചെയ്യുന്നു. പാലക്കാടിന് ബാധ്യതയായ MLA സ്വയം രാജിവെച്ച് പോകേണ്ടേ? പ്രൈം ഡിബേറ്റിൽ ശ്രീ നിജേഷ് അരവിന്ദ്, ശ്രീ ശ്രീജിത്ത് പണിക്കർ, അഡ്വക്കേറ്റ് BN ഹസ്കർ, ശ്രീ MS വേണുഗോപാൽ എന്നിവരാണ് ചേരുന്നത്. ഇന്ന് KPCC പ്രസിഡന്റ് സണ്ണി ജോസഫാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. രാഹുൽ മാങ്കൂട്ടത്തിലിനെ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്ത് മാറ്റി നിർത്തുന്നു. എന്നാൽ പാലക്കാട് MLA ആയി രാഹുൽ മാങ്കൂട്ടത്തിൽ തുടരും. പാർട്ടിക്ക് പരാതിയൊന്നും കിട്ടിയിട്ടില്ല. അതിനാൽ തന്നെ MLA സ്ഥാനം രാജിവെക്കുന്നതിനെ കുറിച്ചുള്ള ഒരു തീരുമാനം ഇല്ല എന്നുള്ളതാണ്. പക്ഷേ നിയമസഭാ കക്ഷി യോഗത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിന് പങ്കെടുക്കാൻ പറ്റുകയില്ല. ഇതൊക്കെയാണ് ഇന്ന് കോൺഗ്രസ് എടുത്തിരിക്കുന്ന തീരുമാനം. ആദ്യം സണ്ണി ജോസഫിന്റെ ആ വാക്കുകൾ കേൾക്കാം. കോൺഗ്രസ് പാർട്ടി നേതൃത്വം ആലോചിച്ച്, സമചിത്തതയോടെ ആലോചിച്ച്, എല്ലാവരും ഒരേ സ്വരത്തിൽ ഒരേ അഭിപ്രായത്തിൽ എടുത്തിട്ടുള്ള ഒരു തീരുമാനമാണ് രാഹുൽ മാങ്കൂട്ടത്തിനെ കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്ത് മാറ്റി നിർത്തുക എന്ന തീരുമാനം. അത് KPCC പ്രസിഡന്റ് എന്ന നിലയിൽ ഞാൻ തന്നെ അറിയിക്കുകയാണ്. രാഹുലിനെയും അറിയിച്ചിട്ടുണ്ട്. അദ്ദേഹത്തെ കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് ഇതിനാൽ സസ്പെൻഡ് ചെയ്യും. അതുവഴി തന്നെ അദ്ദേഹം കോൺഗ്രസിന്റെ നിയമസഭാ കക്ഷി അംഗവും അദ്ദേഹത്തിന് ഇപ്പോൾ തുടർന്ന് ലഭ്യമല്ല എന്ന കാര്യം അറിയിച്ചിട്ടുണ്ട്. പാലക്കാട്ടെ സായരും ഒരു കേസും രജിസ്റ്റർ ചെയ്തിട്ടില്ല, ഒരു പരാതിയും വന്നിട്ടില്ല. കേരളത്തിൽ അങ്ങനെ ഒരു കീഴ്വഴക്കമില്ല. ഞങ്ങളെ ഉപദേശിക്കുന്ന ആളുകൾ എന്തിനു വേണ്ടിയാണ് ആഗ്രഹിക്കുന്നതെന്ന് ഞങ്ങൾക്കറിയാം. അതിന്റെ ഡീറ്റെയിൽസിലേക്ക് ഞങ്ങളെ കൊണ്ട് പറയിക്കരുത്. പേര് വെച്ച് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. രാജ്യം ഭരിക്കുന്ന പാർട്ടിക്കും കേരളം ഭരിക്കുന്ന പാർട്ടിക്കും രണ്ട് സ്ഥലത്തും പ്രതിപക്ഷത്ത് നിൽക്കുന്ന കോൺഗ്രസ് പാർട്ടിയോട് അത് ഉപദേശിക്കാനുള്ള യാതൊരു ധാർമ്മികതയുമില്ല. ആരോപണം ഉണ്ടായ ഒരാളെ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് പദവിയിൽ നിന്ന് മാറ്റിയതും പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്ത് മാറ്റി നിർത്തുന്നതും അത് മാതൃകാപരമായ കാര്യം തന്നെയാണ്. പക്ഷേ ഇതേ ആളെ പാലക്കാട്ടുകാർ സഹിക്കണോ എന്നുള്ള ചോദ്യം ഉയരുകയാണ്. കോൺഗ്രസിന് അറിയാം രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉയർന്ന ആരോപണങ്ങൾ സത്യമാണെന്ന്. ഒരു ബാധ്യതയാണ് കോൺഗ്രസ് പാർട്ടിക്കെന്ന്. വരുന്ന തെരഞ്ഞെടുപ്പിലും ഒരു ബാധ്യതയായി മാറും രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന കാര്യം കോൺഗ്രസ് പാർട്ടിക്ക് സംശയലേശമെന്നേ ബോധ്യമായിരിക്കുകയാണ്. അതിനാൽ തന്നെയാണ് രാഹുലിനെ മാറ്റി നിർത്തുവാൻ, സസ്പെൻഡ് ചെയ്ത് മാറ്റി നിർത്തുവാൻ തീരുമാനിച്ചിരിക്കുന്നത്. നിയമസഭാ കക്ഷി യോഗത്തിൽ പോലും രാഹുൽ മാങ്കൂട്ടത്തിന് പങ്കെടുക്കുവാൻ കഴിയുകയില്ല. പക്ഷേ പാലക്കാട് MLA ആയി തുടരും. അതിനൊറ്റ കാരണം മാത്രമേ ഉള്ളൂ. പാലക്കാട് ഒരു ഉപതെരഞ്ഞെടുപ്പ് വരുന്നതിനെ കോൺഗ്രസ് പാർട്ടി പേടിക്കുകയാണ്, UDF പേടിക്കുകയാണ്. കാരണം അവിടെ ഉപതെരഞ്ഞെടുപ്പ് വന്നാൽ അത് BJP മുതലെടുക്കും എന്നുള്ള ഭയം കോൺഗ്രസിനുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഒരു കാര്യം ശരിയാണ് സണ്ണി ജോസഫ് പറഞ്ഞത്, ഉപദേശിക്കാൻ മറ്റു പാർട്ടികൾക്ക് അർഹതയില്ല എന്ന്. കാരണം CPMലാണെങ്കിലും ഇത്തരത്തിലുള്ള വിമർശനങ്ങൾ ഉയർന്ന ഘട്ടത്തിൽ ആരെയും മാറ്റി നിർത്തുവാൻ, സസ്പെൻഡ് ചെയ്യുവാൻ മുതിർന്ന പാർട്ടിയല്ല CPM. കാരണം ആ സമയങ്ങളിലൊക്കെ വികലമായ ന്യായീകരണങ്ങളിലൂടെ ആരോപണ വിധേയരെ സംരക്ഷിച്ചിരുന്ന പാർട്ടിയാണ് CPM. ഒരിക്കൽ പോലും ഒരു MLAയും രാജിവെപ്പിച്ചിട്ടില്ല. അപ്പോഴൊക്കെ പറഞ്ഞിരുന്ന കാരണങ്ങൾ MLA സ്ഥാനത്ത് നിന്ന് രാജിവെപ്പിച്ചാൽ പിന്നെ അത് തിരിച്ചു കിട്ടുന്നതല്ലല്ലോ എന്ന കാര്യമായിരുന്നു. അതുകൊണ്ട് CPMന് അതിനുള്ള അർഹതയില്ല. പക്ഷേ എങ്കിലും ഒരു ചോദ്യമാണ്, പാലക്കാട്ടുകാർക്ക് ഈ ബാധ്യതയെ ഇനിയും സഹിക്കേണ്ടി വരുമല്ലോ എന്നുള്ള കാര്യം കോൺഗ്രസിന് ബോധ്യമായിട്ടും എന്തുകൊണ്ടാണ് പാലക്കാടുകാർക്ക് മുന്നിലേക്ക് ഈ കള്ളനാണയത്തെ ഇട്ടുകൊടുക്കുന്നത് കോൺഗ്രസ് എന്ന ചോദ്യം. അതുമാത്രമാണ് കോൺഗ്രസ് ഇപ്പോൾ നേരിടുന്ന വെല്ലുവിളി. ഇതേക്കുറിച്ച് BJP നേതാവ് PK കൃഷ്ണദാസ് പറയുകയും ചെയ്തു. അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക്. ജനങ്ങളെയും പ്രത്യേകിച്ച് പാലക്കാട് വോട്ടർമാരെ പരിഹസിക്കുന്നതിനും വെല്ലുവിളിക്കുന്നതിനും തുല്യമാണ് കോൺഗ്രസിൻ്റെ ഈ നടപടി. ഒരു കാര്യം ഞങ്ങൾ ചോദിക്കാനുള്ളത്, പാർട്ടിക്ക് വേണ്ടാത്ത ഒരാളെ
പൊതുസമൂഹത്തിന് തലയിൽ കെട്ടിവെക്കുന്നതിൻ്റെ ധാർമ്മികത എന്താണെന്ന് കോൺഗ്രസ് നേതൃത്വം വിശദീകരിക്കണം. സത്യത്തിൽ രാഹുൽ തന്നെ രചിച്ച ഒരു തിരക്കഥയുടെ അടിസ്ഥാനത്തിലാണ് യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് അദ്ദേഹത്തെ നീക്കുന്നത്. അതേപോലെ തന്നെ ഇപ്പോഴ് പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്നും സസ്പെൻഡ് ചെയ്യുന്നത്. കോൺഗ്രസിൻ്റെ ഈ രാഷ്ട്രീയ തട്ടിപ്പ് മനസ്സിലാക്കാൻ കേരളത്തിൽ ജനങ്ങൾക്ക് സാധിക്കും, പാലക്കാട് വോട്ടർമാർക്ക് സാധിക്കും. കോൺഗ്രസിലെ പ്രമുഖ നേതാക്കൾ അതേപോലെ തന്നെ വനിതാ നേതാക്കൾ ഇവരൊക്കെ രാഹുൽ മാങ്കൂട്ടത്തിലിനെ കൈവിട്ടിരുന്നു. ഇതിൽ ഉമാ തോമസ് MLA പരസ്യമായി പോലും ഈ പ്രതികരണം നടത്തിയ ഉമാ തോമസ് MLAക്കെതിരെ സൈബർ ആക്രമണവും ഉണ്ടായി. അതായത് രാഹുൽ മാങ്കൂട്ടത്തിലിനെ ഇപ്പോഴും സൈബർ ഇടത്തിൽ ന്യായീകരിക്കുന്ന ചില മുഖമില്ലാത്ത ആളുകൾ കോൺഗ്രസിലെ വനിതാ നേതാക്കൾക്കെതിരെ പോലും ആക്ഷേപ ശരങ്ങൾ എഴുതുകയായിരുന്നു. പക്ഷേ അവർ ഒറ്റ സ്വരത്തിൽ തന്നെ പറയുകയുണ്ടായി രാഹുലിനെതിരെ നടപടി ഉണ്ടായേ തീരൂ എന്ന്. അത് പാർട്ടിക്ക് സമ്മതിക്കേണ്ടിയും വന്നു. ഇന്ന് ഉമാ തോമസ് ഇതിനെക്കുറിച്ച് അഭിപ്രായ പ്രകടനം നടത്തിയിരുന്നു. ഉമാ തോമസിന്റെ വാക്കുകളിലേക്ക്. എനിക്ക് പറയാനുള്ളത് ഇന്നലെ വളരെ ക്ലാരിറ്റിയോടുകൂടി തന്നെ ഞാൻ പറഞ്ഞു കഴിഞ്ഞു. എന്റേത് ഞാൻ പറഞ്ഞു കഴിഞ്ഞല്ലോ. ഇനി പാർട്ടി തീരുമാനിക്കട്ടെ. ഇത് ഞാൻ തീരുമാനിക്കണ കാര്യമല്ലല്ലോ. എന്റെ അഭിപ്രായം ഞാൻ പറഞ്ഞു, അത് പിന്നെ പാർട്ടിയാണ് തീരുമാനിക്കുന്നത്. എനിക്കത് എന്റെ നീതിബോധം ഞാൻ തന്നെ അദ്ദേഹം ഉറപ്പായിട്ട് രാജിവെക്കുന്നു വിചാരിച്ചു. പത്രസമ്മേളനം നടക്കുമ്പോൾ എന്തായാലും ഒരു ക്ലാരിറ്റി ഉണ്ടാവും എന്തായാലും എന്ന് തോന്നി. പക്ഷെ അത് ഉണ്ടായില്ല എന്നുള്ളത് കൊണ്ടാണ് ഞാൻ ഇന്നലെ പറഞ്ഞത്. സൈബർ ആക്രമണം എന്നൊന്നും ഞാൻ പറയില്ല. എനിക്ക് സ്വതന്ത്രമായിട്ട് എന്ത് പറയാനുണ്ടോ അതുപോലെ എല്ലാവർക്കും ആ സ്വാതന്ത്ര്യം, അതാണ് ജനാധിപത്യം എന്ന് പറയുന്നത്. നമ്മൾക്ക് എന്ത് പറയാനുണ്ടോ അത് പറയാനുള്ള ഒരു സ്വാതന്ത്ര്യം എല്ലാവർക്കും ഉണ്ട്. എന്തായാലും ആ വ്യക്തിഹത്യോ എന്താ ആവട്ടെ, ഞാൻ അതൊന്നും വായിക്കാനേ പോയിട്ടില്ല. എന്റെ അഭിപ്രായം ഞാൻ പറഞ്ഞിട്ടുണ്ട്. അത് ഞാൻ എന്ന് ഉറച്ചു നിൽക്കുന്ന എന്റെ അഭിപ്രായം പ്രകടനം നടത്തിയിരുന്നു. പക്ഷേ അവർക്കെതിരെ സൈബർ ആക്രമണം രാഹുലിന്റെ പടയാളികൾ, നേരത്തെയും രാഹുൽ മാങ്കൂട്ടത്തിൽ എന്നയാളെ ഇങ്ങനെ വലിയ ബിംബമായി വളർത്തിയെടുക്കുന്നതിൽ രാഹുൽ മാങ്കൂട്ടത്തിന്റെ കുറെ സൈബർ പടയാളികളും ഉണ്ടായിരുന്നു. ഷാഫി പറമ്പലിന്റെ പിന്തുണയോടുകൂടി രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടി റീൽസുകളുടെ ഒരു പ്രളയം തന്നെ ഉണ്ടായിരുന്നു. രാഹുൽ മാങ്കൂട്ടത്തിനെ ലിഫ്റ്റ് വഴി മുകളിലേക്ക് കയറ്റുവാൻ, ചവിട്ടുപടികൾ കയറി വന്നയാളല്ല രാഹുൽ മാങ്കൂട്ടത്തിൽ. കോൺഗ്രസ് പാർട്ടിയിൽ ലിഫ്റ്റിലൂടെ കയറി വന്നയാളാണ്. ഒരുപാട് ആളുകളെ വെട്ടി മുന്നോട്ട് വന്ന ആളാണ്. യൂത്ത് കോൺഗ്രസിൽ വ്യാജ ID കാർഡ് സൃഷ്ടിച്ചു ഒരു തരംഗമുണ്ടാക്കിക്കൊണ്ട് യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റായി വന്നയാളാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ. അന്ന് തന്നെ പാർട്ടിയിൽ പരാതി ഉയർന്നതാണ്. പക്ഷേ പാർട്ടി ഇപ്പോഴത്തെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പ്രതികരിച്ചതുപോലെ ഒരു പ്രതികരണം ഉണ്ടായില്ല. പക്ഷേ ഇപ്പോൾ കോൺഗ്രസിൽ രാഹുൽ മാങ്കൂട്ടത്തിലിനെ പിന്താങ്ങിയിരുന്ന ആളുകൾക്ക്, ലിഫ്റ്റ് കയറാൻ സഹായിച്ച ആളുകൾക്ക് പോലും രാഹുൽ മാങ്കൂട്ടത്തിലിനെ സഹായിക്കാൻ കഴിഞ്ഞില്ല. അത്രമാത്രം ആരോപണങ്ങളാണ് മാങ്കൂട്ടത്തിനെതിരെ വന്നത്. അതേസമയം തന്നെ വികലമായ ന്യായീകരണങ്ങളിലൂടെ സ്വയം അപഹാസ്യനാവുകയായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ ഇന്നലെ ന്യൂസ് 18ന്റെ ഡാൻ കുര്യനെതിരെ ഉള്ള ആരോപണം രാഹുൽ മാങ്കൂട്ടത്തിൽ ഉന്നയിച്ചു. അതിന് അതേ നാണയത്തിൽ തന്നെ ഡാൻ കുര്യൻ മറുപടി പറയുകയുണ്ടായി. ഇന്നും വെല്ലുവിളിക്കുകയാണ് ഡാൻ കുര്യൻ. ഞങ്ങൾ വെല്ലുവിളിക്കുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിലിനെ. ഇന്നലെ പറഞ്ഞ കാര്യങ്ങളിൽ എന്തെങ്കിലും കാര്യം തെളിയിക്കാൻ പറ്റുമെങ്കിൽ തെളിയിക്കുക. ഡാനിന്റെ വാക്കുകളിലേക്ക്. നമ്മൾ ഇന്നലെ തന്നെ നമ്മുടെ നിലപാട് വ്യക്തമാക്കിയതാണ്. മടിയിൽ കനമുള്ളവനെ പേടിക്കാനുള്ളൂ. നമ്മൾ ഏത് അന്വേഷണവും നേരിടാൻ തയ്യാറാണ്. അങ്ങനെ ഒരു ഗൂഢാലോചന നടന്നിട്ടുണ്ടെങ്കിൽ അത് തെളിയിക്കാൻ രാഹുൽ മാങ്കൂട്ടത്തിലിനെ ഞാൻ വെല്ലുവിളിക്കുകയാണ്. ഈ മാധ്യമ പ്രവർത്തനം തന്നെ ഞാൻ അവസാനിപ്പിക്കും. അങ്ങനെ എന്തെങ്കിലും നടന്നിട്ടുണ്ട് എന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ തെളിയിക്കാൻ ഈ രാജ്യത്തിൻ്റെ നിയമവ്യവസ്ഥയിലെ ഏത് നിയമ സംവിധാനങ്ങൾക്ക് മുമ്പിൽ വരാൻ, ഏത് അന്വേഷണവും നേരിടാൻ ഞാൻ തയ്യാറാണ്. ഞാൻ തിരിച്ച് രാഹുലിനോട് ചോദിക്കുകയാണ്, അങ്ങനെ ഒരു ഗൂഢാലോചന നടന്നിട്ടുള്ളതിൻ്റെ എന്തെങ്കിലും തെളിവ് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പക്കലുണ്ടെങ്കിൽ ഇന്നലെ മാധ്യമങ്ങളെ വാർത്താ സമ്മേളനത്തിൽ വിളിച്ചു വരുത്തി ഈ കാര്യങ്ങൾ വിശദീകരിച്ച പോലെ ബാക്കി കാര്യങ്ങളോടെ പുറത്തുവിടാൻ ഞാൻ വെല്ലുവിളിക്കുന്നു. അതോടൊപ്പം അവന്തിക പറഞ്ഞ ഒരു കാര്യമുണ്ട്, ടെലിഗ്രാം ചാറ്റ് കൂടി പുറത്തുവിടണം രാഹുൽ മാങ്കൂട്ടത്തിൽ. രാഹുൽ അത് പുറത്തുവിടാൻ തയ്യാറായില്ലെങ്കിൽ മറ്റു വഴി അതുകൂടി പുറത്തു വരും. അപ്പോൾ താങ്കളുടെ നില കൂടുതൽ പരുങ്ങലിലാകും. അതിനു മുമ്പ് താങ്കൾ തന്നെയാണ് അതിൽ വിശദീകരണം നൽകേണ്ടത്. ഇങ്ങനെ സൈബർ പടയാളികളെ വെച്ചുകൊണ്ട് കടന്നാക്രമണം നടത്തിയാലൊന്നും പേടിച്ച് ഈ ജോലിയിൽ നിന്നും പിന്മാറുന്നവരല്ല ഞങ്ങൾ ആരും. അത് ഒരിക്കൽ കൂടി ആവർത്തിക്കുകയാണ് ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിൽ. രാഹുലിനെ പോലെ വ്യാജന്മാരല്ല ഞങ്ങൾ. അതുതന്നെയാണ് ഡാൻ കുര്യനും വ്യക്തമാക്കിയിരിക്കുന്നത്. ഇവനെ സൂക്ഷിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ഡാൻ കുര്യനെതിരെ രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ സൈബർ പടയാളികൾ ഇപ്പോഴും ആക്രമണം അഴിച്ചുവിടുകയാണ്. അത് നിർത്തുക. ശക്തമായ മറുപടി നൽകി കഴിഞ്ഞു ഡാൻ കുര്യൻ. ആ വെല്ലുവിളി സ്വീകരിക്കുവാൻ ഇനിയെങ്കിലും രാഹുൽ മാങ്കൂട്ടത്തിലിന് ധൈര്യമുണ്ടോ എന്നാണ്. ഇന്നലെ അനാവശ്യമായി ഒരു വാർത്താ സമ്മേളനം വിളിച്ചുകൂട്ടുക, അവിടെ കുറെ ന്യായീകരണങ്ങൾ ഉന്നയിക്കുക, അത് തെറ്റാണെന്ന് തെളിഞ്ഞപ്പോൾ മാളത്തിൽ കയറിയിരിക്കുക. ഇതാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്ന തന്ത്രം. ശ്രീജിത്ത് പണിക്കർ, രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കോൺഗ്രസ് എടുത്ത നടപടിയെ താങ്കൾ എങ്ങനെയാണ് കാണുന്നത്? ഉചിതമായ ഒന്നാണോ ഇത്? ഇതിനേക്കാൾ കൂടുതൽ വേണ്ടിയിരുന്നു? ആത്മഹത്യാപരം എന്നാണ് ഒറ്റവാക്കിൽ ഞാൻ കോൺഗ്രസിന്റെ
നിലപാടിനെ പറയുന്നത്. അത് പറയുന്നതിനുള്ള പ്രത്യേകിച്ചുള്ള കാരണം കോൺഗ്രസ് എടുത്തിരിക്കുന്ന നടപടി എന്തൊക്കെയാണ്? 2 നടപടികളാണ് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. അതിൽ ഒന്നാമത്തെ നടപടി യൂത്ത് കോൺഗ്രസിന്റെ അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് അദ്ദേഹത്തിനെ നീക്കുക എന്നുള്ളതാണ്. രണ്ടാമത്തെ നടപടി കോൺഗ്രസിന്റെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് അദ്ദേഹത്തിനെ നീക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇനി നമ്മൾ കാണാൻ പോകുന്നത് എന്താണ്? പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്യപ്പെട്ട, പാർട്ടിയുടെ നിർദ്ദേശങ്ങൾ തുടർന്ന് ലഭിക്കാത്ത, പാർട്ടിയുടെ വിപ്പ് ലഭിക്കാത്ത, സംസ്ഥാന സർക്കാരും പാലക്കാട് നഗരസഭയും ഒരേപോലെ തന്നെ ബഹിഷ്കരിച്ചിരിക്കുന്ന, നിയമസഭയിൽ ഇനി എത്തിയാൽ പാർട്ടിക്കാരിൽ നിന്ന് മാറി പ്രത്യേക ഇരിപ്പിടം ലഭിച്ചേക്കാവുന്ന ഒരു MLA ആണ് പാലക്കാടിനുള്ളത് എന്നുള്ളതാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ കോൺഗ്രസിന് ഒരു മൊറാലിറ്റി ഉണ്ട്, യൂത്ത് കോൺഗ്രസിന് ഒരു മൊറാലിറ്റി ഉണ്ട്. ആ മൊറാലിറ്റിയുടെ അടിസ്ഥാനത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ യൂത്ത് കോൺഗ്രസിന്റെ അധ്യക്ഷനായിരിക്കാനോ കോൺഗ്രസിന്റെ ഒരു പ്രൈമറി മെമ്പർഷിപ്പ് ഉണ്ടാകാനോ യോഗ്യനല്ല എന്ന് അവർക്ക് തന്നെ ബോധ്യമുണ്ട്. അങ്ങനെയുള്ള ഒരാൾ പാലക്കാട് MLA ആയിട്ട് തുടരുന്നതും അത് ഞാൻ ഇപ്പോൾ പറഞ്ഞ രീതിയിലത്തേക്ക് ഒരു പാരലൈസ്ഡ് MLA എന്ന രീതിയിൽ രാഷ്ട്രീയമായി തുടരുകയും ചെയ്താൽ അതുകൊണ്ട് കോൺഗ്രസ് എന്ത് തരത്തിലുള്ള സന്ദേശമാണ് പാലക്കാട്ടെ വോട്ടർമാർക്ക് നൽകുന്നത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം. അപ്പോൾ അതിന് നേരത്തെ തന്നെ ആമുഖമായിട്ട് ശ്രീ മഞ്ജുഷ പറഞ്ഞതുപോലെ ഒരുപക്ഷെ അവിടെ ഒരു ഉപതെരഞ്ഞെടുപ്പ് ഉണ്ടായിക്കഴിഞ്ഞാൽ ആ സീറ്റ് കൈമോശം വരും എന്നവർക്ക് തോന്നലുണ്ടാകാം. അല്ല, അത് ശരിയുമാണ്. അങ്ങനെ ഒരു അത് തന്നെയാണ് യഥാർത്ഥ കാരണം. അങ്ങനെ ഒരു സീറ്റ് കൈമോശം ഉണ്ടാകുമോ എന്നുള്ള ഭയമാണ്. പക്ഷെ അവിടെ കോൺഗ്രസ് ഉന്നയിക്കുന്ന ഈ ന്യായീകരണത്തിനായിട്ട് പറയുന്ന ഒരു കാര്യമുണ്ടല്ലോ, അത് ശരിയുമാണ്. കാരണം അങ്ങനെ ഒരു കീഴ്വഴക്കമില്ല. അങ്ങനെ കീഴ്വഴക്കം ഉണ്ടാക്കാതിരുന്നത് ആരാണ്? CPM ആണ്. കാരണം CPM-ലെ മന്ത്രിമാർക്കെതിരെ പോലും ആരോപണം ഉണ്ടാവുകയും മന്ത്രിമാർ രാജിവെക്കുകയും ചെയ്തിട്ടുള്ള ഘട്ടത്തിൽ, CPM-ലെ എന്ന് മാത്രമല്ല LDF-ലെയാണ് ഞാൻ പൊതുവെ പറഞ്ഞത്, അങ്ങനെ രാജിവെക്കുന്ന സാഹചര്യം ഉണ്ടായപ്പോഴും MLA സ്ഥാനത്ത് നിന്ന് രാജിവെച്ചിട്ടില്ല. അതിന് കാരണമായിട്ട് പറഞ്ഞിരുന്നത് MLA സ്ഥാനം ഒരിക്കൽ പോയി കഴിഞ്ഞാൽ പിന്നെ തിരിച്ചു വരാൻ പറ്റുകയില്ല, ആരോപണ വിധേയനല്ല എന്ന് തെളിഞ്ഞാലും. അപ്പോൾ ആ കീഴ്വഴക്കം ഞങ്ങൾ പിന്തുടരുന്നു എന്ന രീതിയിൽ തന്നെയാണ് കോൺഗ്രസ് അതിനെ അവതരിപ്പിക്കുന്നത്. കാരണം ഈ സസ്പെൻഷൻ എന്ന് പറയുന്നത് ഈ ആരോപണ വിധേയനായ രാഹുൽ മാങ്കൂട്ടത്തിൽ തെറ്റുകാരനല്ല എന്ന് ബോധ്യപ്പെട്ട് തിരിച്ചു വന്നാൽ പാർട്ടിയിൽ സസ്പെൻഷൻ ഒഴിവാക്കി കിട്ടും, പക്ഷേ രാജിവെച്ച് കഴിഞ്ഞാൽ MLA സ്ഥാനം കിട്ടുകയില്ല. ആ ഒരു ന്യായീകരണം, അതായത് CPM-ന്റെ പാത കോൺഗ്രസ് പിന്തുടരുകയാണ് ഇക്കാര്യത്തിൽ. അല്ല, അവിടെ അങ്ങനെയാണ് എങ്കിൽ, അതാണ് അവരുടെ ന്യായീകരണമെങ്കിൽ അവിടെ ഉണ്ടാകുന്ന 2 ചോദ്യങ്ങളുണ്ട്. ആ ചോദ്യങ്ങളിൽ ഒന്ന് CPM-ന്റെ ധാർമ്മികത തന്നെയാണോ നിങ്ങളുടെ ധാർമ്മികത എന്നുള്ള ഒരു ചോദ്യം. 2, വ്യക്തിപരമായി ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിലിനോടുള്ള ചോദ്യം. ശ്രീ മുകേഷ് MLA ആയിരിക്കെ അദ്ദേഹത്തിനെതിരെ ആരോപണം ഉണ്ടാകുന്ന സമയത്ത് അദ്ദേഹം MLA പദവി രാജിവെക്കണം, അദ്ദേഹം MLA പദവി രാജിവെക്കുന്നത് വരെയും യൂത്ത് കോൺഗ്രസ് ഇവിടെ സമരം നടത്തും എന്ന് പറഞ്ഞ് പ്രസംഗിച്ചയാളാണ്. അന്ന് യൂത്ത് കോൺഗ്രസിന്റെ, ഇപ്പോഴും എനിക്ക് തോന്നുന്നു മഹിളാ കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷയായിട്ടുള്ള ശ്രീമതി ജബി മേത്തർ പറഞ്ഞത് സ്ത്രീ പീഡകരായിട്ടുള്ള ആൾക്കാർക്ക് ഇരിക്കാനുള്ള സ്ഥലമല്ല നിയമസഭ എന്നാണ്. എന്ന് വെച്ചാൽ ജബി മേത്തർ പറയുന്നതാണെങ്കിലും രാഹുൽ മാങ്കൂട്ടത്തിൽ പറയുന്നതാണെങ്കിലും കോൺഗ്രസിന്റെ ധാർമ്മികതയാണ്. അപ്പോൾ CPM ഈ വിഷയത്തിനെ എങ്ങനെ കാണുന്നു, അവർ മുകേഷിനെ എങ്ങനെ സംരക്ഷിക്കുന്നു, അതുമാത്രമേ ഉള്ളൂ. ആ ലെവലിലുള്ള സ്കെയിൽ മാത്രമേ ഞങ്ങളുടെ ധാർമ്മികതയും അളക്കാനായിട്ട് നമ്മൾ ഉപയോഗിക്കേണ്ടതുള്ളൂ എന്നാണ് പറയുന്നത് എങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ധാർമ്മികത ഇപ്പോൾ അളക്കുകയേ വേണ്ട. കാരണം ആ ധാർമ്മികത ഇല്ലാത്തയാളാണെന്ന് വ്യക്തമാക്കിയിട്ടുള്ളത്. കാരണം പറഞ്ഞ കാര്യങ്ങളെല്ലാം വിഴുങ്ങുന്ന ഒരാളാണ്, അല്ലെങ്കിൽ കള്ളനാണയമാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പൊതുസമൂഹത്തിന് ബോധ്യപ്പെട്ടിരിക്കുന്ന സമയമാണ്. പക്ഷെ ബാക്കി കോൺഗ്രസ് നേതാക്കളുടെ കാര്യം ശരിയാണ്. സ്ത്രീ പീഡകരെ നിയമസഭയിൽ ഇരുത്തരുത് എന്ന് പറഞ്ഞിട്ടുള്ള ആളാണ് കോൺഗ്രസിലെ വനിതാ നേതാക്കളും. അപ്പോൾ ശ്രീ നിജേഷ് അരവിന്ദ്, അത് മറക്കുകയാണോ നിങ്ങളിപ്പോൾ? മാതൃകാപരമായ ഒരു നടപടിയാണ് നിങ്ങളെടുത്തത് എന്ന കാര്യം ഞാൻ തുടക്കത്തിൽ തന്നെ പറഞ്ഞിരുന്നു. കാരണം പാർട്ടിയുടെ പ്രാഥമിക അംഗത്തിൽ നിന്ന് തന്നെ സസ്പെൻഡ് ചെയ്യുവാനുള്ള മനസ്സ് നിങ്ങൾ കാണിച്ചോ? നേരത്തെ CPM-ന് ഉണ്ടാകാറില്ല. അവർ ന്യായീകരിച്ച് അതിൻ്റെ അങ്ങേയറ്റം വരെ എത്തിയിട്ടുള്ള പാർട്ടിയാണ് CPM. അതിൽ നിങ്ങൾ മാതൃക കാണിച്ചു. പക്ഷേ ധാർമ്മികതയുടെ കാര്യത്തിൽ നിങ്ങൾ CPM-ന് പഠിക്കുകയാണ്. രാഹുൽ മാങ്കൂട്ടത്തിൽ അടുത്ത നിയമസഭാ സമ്മേളനത്തിൽ നിയമസഭയിൽ വരും. നിയമസഭാ കക്ഷിയിൽ ഇരിക്കാൻ പാടില്ല എന്നല്ലേ ഉള്ളൂ. അദ്ദേഹത്തിന് മറ്റൊരു ഇരിപ്പിടം അവിടെ കിട്ടും, സ്വതന്ത്രനായിട്ട് ഇരിക്കാൻ പറ്റും. മഞ്ജുഷേ, കോൺഗ്രസിൻ്റെ നിലപാട് വളരെ കൃത്യമായിട്ട് വ്യക്തമാക്കി കഴിഞ്ഞു. പ്രാഥമികമായി കോൺഗ്രസിൻ്റെ അംഗത്വത്തിൽ നിന്ന് അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്തു. അന്വേഷണ വിധേയമായിക്കൊണ്ട് ബാക്കി നടപടികളിലേക്ക് പോകും. അതിൻ്റെ ഭാഗമായിക്കൊണ്ട് സ്പീക്കർക്ക് കത്ത് കൊടുക്കും. കോൺഗ്രസ് നിയമസഭാ കക്ഷിയിൽ അദ്ദേഹം ഇല്ല. അതോടുകൂടി ഞങ്ങളുടെ ചാപ്റ്റർ അവിടെ ക്ലോസ് ചെയ്തു. ഞങ്ങൾ ആരുടെയും ധാർമ്മികത കട്ടെടുത്തിട്ടോ പഠിച്ചിട്ടോ അല്ല വരുന്നത്. ഞങ്ങൾക്ക് ആരുടെയും ഉപദേശവും ഇക്കാര്യത്തിൽ ആവശ്യമില്ല. മറ്റേതൊരു രാഷ്ട്രീയ പാർട്ടിയുണ്ട് ഇതുപോലെ ഒരു നിലപാടെടുത്തത്? ഒരു പാർട്ടിയുടെ പ്രതിനിധി, അദ്ദേഹം ഒരു ആരോപണം വന്നപ്പോൾ അത് പരാതിയില്ല, FIR ഇല്ല, കേസില്ല. നിങ്ങൾ മാധ്യമപ്രവർത്തകർ അന്വേഷിച്ച് കണ്ടുപിടുത്തി ചില ശബ്ദരേഖകൾ പുറത്തേക്ക് വന്നു. ഞങ്ങളതിനെ സ്വീകരിക്കുന്നു. പക്ഷേ ഈ ദിവസം വരെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ പിറകെ പോയി അന്വേഷണാത്മക പത്രപ്രവർത്തനം നടത്തിയ ആർക്കെങ്കിലും ഒരാൾക്ക്
ആ അതിജീവിതയ്ക്ക് വേണ്ടി ഒരു പരാതി കൊടുക്കാൻ നിങ്ങൾക്ക് സാധിച്ചോ? ഒരു പരാതിക്ക് ഒരു FIR ഇടാൻ നിങ്ങൾക്ക് സാധിച്ചോ? ഒന്ന് മുന്നോട്ട് പോകാൻ സാധിച്ചോ? നിങ്ങൾ എന്തിനാണ് രാഹുലിന്റെ നേരെ തന്നെ ഫോക്കസ് ചെയ്യുന്നത്? കോൺഗ്രസ് നേരെ തന്നെ ഫോക്കസ് ചെയ്യുന്നത്? കോൺഗ്രസ് തന്നെ നിലപാടെടുത്തു. പിറ്റേ ദിവസം പാർട്ടിയുടെ സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനത്ത് മാറ്റി. അതിനുശേഷം പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു. അതിനുശേഷം നിയമസഭാ കക്ഷിയിൽ ഞങ്ങൾ മാറ്റി നിർത്തി. ഞങ്ങളെ സംബന്ധിച്ചോളം ഞങ്ങളുടെ നിലപാട് അവിടെ കൃത്യമാണ്, ക്ലിയർ ആണ്. ഇനി അപ്പുറത്തേക്ക് കോൺഗ്രസിന്റെ നിലപാട് അങ്ങനെയല്ല. പാലക്കാട്ടുകാർ സഹിച്ചോട്ടെ എന്നാണല്ലോ അല്ലെ? പാലക്കാട്ടുകാർ സഹിച്ചോട്ടെ, ഞങ്ങൾക്ക് ബാധ്യതയില്ല. അല്ല, അവിടെ മഞ്ജുഷ പാലക്കാട്ടുകാർ സഹിച്ചോട്ടെ എന്നല്ല. ഒരാൾക്കെതിരെ ആരോപണം വരുന്നു, ആ ആരോപണത്തിന് ഒരു പരാതി പോലും വരുന്നില്ല. ഒരാൾക്കെതിരെ പരാതി വന്നു കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ കാര്യം വിശദീകരിക്കാനുള്ള സമയം വേണം. കോൺഗ്രസ് പാർട്ടി അത് ആവശ്യപ്പെട്ടത്. അദ്ദേഹത്തോട് ഞങ്ങൾ അന്വേഷിക്കാൻ പോകുന്നില്ല, തീവ്രത പഠിക്കാൻ പോകുന്നില്ല, നാളെ ആളുകളെ കൊണ്ട് ജസ്റ്റിഫൈ ചെയ്യാനില്ല, അതൊന്നും ഞങ്ങൾ തയ്യാറല്ല. അദ്ദേഹത്തിന്റെ വിശദീകരണം എടുക്കും, ഞങ്ങൾ അടുത്ത നടപടിയിലേക്ക് പോകും. മഞ്ജുഷ, നിങ്ങളുടെ മുന്നിൽ മുഖ്യമന്ത്രിയുടെ ആഫീസിനകത്ത് ഇരിക്കുന്ന ആൾക്കെതിരെ വന്ന പരാതി എവിടെ എത്തി? എന്തുകൊണ്ട് കേരളത്തിലെ ഒരു സ്ത്രീക്ക്, ഒരു വനിതയ്ക്ക്, ഒരു സഹോദരിക്ക് കേരളത്തിലെ ആഭ്യന്തര സംവിധാനത്തിന് മുന്നിൽ പരാതി കൊടുക്കാനുള്ള ധൈര്യമില്ല, ആർജവമില്ല? ആ ആർജവം ഇല്ലാതിരിക്കാൻ കാരണം എന്താ? ഇതിനകത്തിരിക്കുന്ന ആളുകളുടെ മൊറാലിറ്റിയാണ്. ഞാൻ CPM-നെ പിന്തുണച്ചുകൊണ്ട് ഇവിടെ പറഞ്ഞില്ല. ശ്രീ നിജേഷ് അരവിന്ദ്, ഞാൻ കൃത്യമായിട്ട് പറഞ്ഞിരുന്നു അക്കാര്യത്തിൽ കോൺഗ്രസ് മാതൃക കാട്ടിയിട്ടുണ്ട്. അതല്ല, ഒരു നടപടി പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് സസ്പെൻഡ് ചെയ്തതിലൂടെ ഒരു മാതൃക കാട്ടിയിട്ടുണ്ട്. പക്ഷേ അല്ലല്ല, അതിൽ ധാർമ്മികതയുടെ അടുത്ത ഘട്ടത്തിലേക്ക് കടക്കുവാൻ എന്തുകൊണ്ട് കോൺഗ്രസ് കഴിഞ്ഞില്ല എന്നാണ്. നിങ്ങൾ മാതൃക കാട്ടിയിട്ടുണ്ട്, അത് ഞാൻ സമ്മതിച്ചുവല്ലോ. CPM അല്ല കോൺഗ്രസ് തെളിയിച്ചു. ഈ ദിവസം അല്ല, മഞ്ജുഷ കൃത്യമായി ചോദിക്കട്ടെ, എത്ര ദിവസമായി മഞ്ജുഷ ഈ വാർത്ത പുറത്തു വന്നിട്ട്? നിങ്ങൾ പറ, എത്ര ദിവസമായി വാർത്ത പുറത്തു വന്നിട്ട്? ഇന്നവരെ പരാതി വന്നോ? FIR വന്നോ? എന്നിട്ട് എന്താ കോൺഗ്രസ് എടുത്തത്? VD സതീശൻ പ്രതിപക്ഷ നേതാവ് പിറ്റേ ദിവസം പറഞ്ഞു, ഞങ്ങൾ മാതൃകാപരമായ നടപടിയെടുക്കും, ഞങ്ങൾക്ക് ആരുടെ ഉപദേശം വേണ്ട, ഞങ്ങളത് കൃത്യമായിട്ട് എടുത്തു. ഞങ്ങളുടെ നേതാക്കന്മാർ സമ്മതിച്ചല്ലോ. പാർട്ടിയിൽ പരാതി വന്നിട്ടില്ല എന്നുള്ള കാര്യം, അല്ല, പാർട്ടിയിൽ പരാതി വന്നിട്ടില്ല എന്നുള്ള കാര്യം താങ്കൾക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റുമോ? പാർട്ടിയിൽ പരാതി വന്നിട്ടില്ല എന്നുള്ള കാര്യം അല്ലല്ല, ഇനി ഇയാളെ ചുമന്നു കഴിഞ്ഞാൽ അത് നാണക്കേടിന്റെ പടുകുഴിയിലാകുന്ന ഒരു സാഹചര്യമായി മാറുമെന്ന് പാർട്ടിക്ക് കൃത്യമായിട്ട് ബോധ്യമുണ്ട്. പാർട്ടിയിൽ പരാതി വന്നിട്ടില്ല എന്ന് താങ്കൾക്ക് ഉറച്ചു പറയാൻ പറ്റുമോ ശ്രീ നിജേഷ് അരവിന്ദ്? പാർട്ടിയിൽ പരാതി വന്നിട്ടില്ല എന്ന് മഞ്ജുഷ പത്രപ്രവർത്തകരുടെ ഭാഷ എടുത്തുകൊണ്ട് ഞങ്ങൾ ചുമന്നു നടക്കുന്നു എന്ന് പറയണ്ട. ഞങ്ങൾക്ക് അങ്ങനെ ചുമക്കേണ്ട കാര്യമില്ല. ലക്ഷക്കണക്കിന് വരുന്ന കോൺഗ്രസ് പ്രവർത്തകരിൽ ഏതെങ്കിലും ഒരാൾ വ്യക്തിപരമായിട്ട് ഒരു തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അയാളെ പുറത്താക്കാൻ ഞങ്ങൾ എന്തിന് കാത്തുനിൽക്കണം? നീല ലോഹിതദാസ് നാടാര് ഈ കേരളത്തിലാണ് ഉള്ളത്, ഇപ്പോഴും ഉണ്ടല്ലോ അദ്ദേഹം. AK ശശീന്ദ്രൻ, പൂച്ചക്കുട്ടിയുടെ AK ശശീന്ദ്രൻ ഇപ്പോഴും ഉണ്ടല്ലോ കേരളത്തിലെ മന്ത്രിസഭയ്ക്കകത്ത്. KB ഗണേഷ് കുമാർ ഇപ്പോഴും ഉണ്ടല്ലോ മന്ത്രിസഭയ്ക്കകത്ത്. നമ്മുടെ മുകേഷ് ഇപ്പോഴും ഉണ്ടല്ലോ MLA-ഷിപ്പിനകത്ത്. ശശി പഴയ MLA, KTDC ചെയർമാനല്ലേ ഇപ്പം. ഗോപി കോട്ടമുറിക്കൽ പാർട്ടി ഓഫീസിനകത്ത് ഒളിക്യാമറ വെച്ച് പിടിച്ച ഗോപി കോട്ടമുറിക്കൽ ഇപ്പോഴും കേരള ബാങ്കിന്റെ ചെയർമാനല്ലേ. ഇവരെ ഒന്നും മാറ്റാനോ ഒന്ന് പാർട്ടിയിൽ നിന്ന് മാറ്റി നിർത്താനോ ധൈര്യമില്ലാത്ത ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം, യെദിയൂരപ്പയെ പിടിച്ച് കേന്ദ്ര നേതൃത്വത്തിൽ വെച്ച രാഷ്ട്രീയ പ്രസ്ഥാനം, ഇതൊക്കെ ഉള്ള സ്ഥലത്താണ് കോൺഗ്രസ് പറയുന്നത്. കോൺഗ്രസിന് നയമുണ്ട്, നിലപാടുണ്ട്. ഞങ്ങൾ ജനാധിപത്യ പാർട്ടിയെ ഞങ്ങൾ സ്വീകരിക്കും. ഞാൻ സമ്മതിച്ചുവല്ലോ കോൺഗ്രസ് മാതൃക കാട്ടിയെന്ന്. ഞാൻ ഈ ചോദ്യമേ ഉന്നയിച്ചുള്ളൂ. നിങ്ങൾക്ക് ബാധ്യതയായ ഒരാളെ പാലക്കാടുകാർ സഹിച്ചോട്ടെ എന്നുള്ളത് മാത്രം. ശ്രീ പണിക്കർ, നിജേഷിന്റെ മറുപടിയോട് താങ്കളുടെ പ്രതികരണം എങ്ങനെയാണ്? നോക്കൂ, അദ്ദേഹം പ്രാഥമികമായിട്ട് തന്നെ ഇവിടെ പറയുന്നത്, ശ്രീ നിജേഷ് അദ്ദേഹം ഇവിടെ പ്രാഥമികമായിട്ട് പറയുന്നത് ആരുടെയും ഉപദേശം കോൺഗ്രസിന് വേണ്ട എന്നാണ്. അത് ഏതർത്ഥത്തിലാണ് അദ്ദേഹം പറയുന്നത്, എന്തിനാണ് അദ്ദേഹം പറയുന്നത് എന്നെനിക്ക് മനസ്സിലാകുന്നില്ല. കാരണം ഇത് പാർട്ടിയുടെ ഒരു ആഭ്യന്തര വിഷയത്തിനെ കുറിച്ചോ പാർട്ടിയുടെ ഒരു സംസ്ഥാന സമ്മേളനത്തിലെ ഇന്റേണൽ ആയിട്ടുള്ള ഒരു തീരുമാനത്തെക്കുറിച്ചോ അല്ല ഈ പറയുന്നത്. ജനാധിപത്യപരമായി തിരഞ്ഞെടുക്കപ്പെട്ട ഒരു MLA കുറിച്ചാണ് ഇങ്ങനെയുള്ള സ്ത്രീവിരുദ്ധമായിട്ടുള്ള നടപടികളിൽ അദ്ദേഹം ഇടപെട്ടു എന്നതുമായി ബന്ധപ്പെട്ട് ഈ ആക്ഷേപം ഉണ്ടാകുന്നത്. ആ സമയത്ത് ആ പാർട്ടി എന്താണ് ചെയ്യേണ്ടത് എന്നതിനെക്കുറിച്ച് ജനാധിപത്യ സംവിധാനത്തിൽ പൊതുജനം പറയും. അത് നിങ്ങൾ കേട്ടേ പറ്റൂ, അല്ലാതെ അത് കേൾക്കാൻ പറ്റില്ല എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. പിന്നെ ഞാൻ നേരത്തെ ചോദിച്ചതുപോലെ CPM-ന്റെ ധാർമ്മികതയേ ഉള്ളൂ ഞങ്ങളുടെ ധാർമ്മികത എന്ന് പറഞ്ഞാൽ തീർന്നു. ഇപ്പൊ മുകേഷിനെ പറ്റി പറയുന്നു. നോക്കൂ, മുകേഷിനെ പറ്റി ഈ ആരോപണം പറയുമ്പോൾ മുകേഷിനെ പറ്റി നമുക്ക് പൊതുസമൂഹത്തിന് കാണാൻ പറ്റുന്ന ഒരു തെളിവ് അവിടെ ഉണ്ടായിരുന്നില്ല. ഒരു സെക്കൻഡ് ശ്രീത്തൊന്ന് ഇടപെട്ടോട്ടെ. ഇപ്പോൾ സ്ക്രീനിൽ കണ്ടത് ഞങ്ങളുടെ പ്രതിനിധി ഡാൻ കുര്യനെതിരായിട്ട് ഈ കോൺഗ്രസിന്റെ സൈബർ സഖാക്കൾ, അതുപോലെ തന്നെ ഉമാ തോമസിനെതിരെയും അങ്ങനെയുണ്ട്. നേരത്തെ കാണിച്ചത് ഡാൻ കുര്യന്റെ ഫോട്ടോ വെച്ചിട്ട് ഇവനെ സൂക്ഷിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് പോസ്റ്റർ ഇറക്കിയിരിക്കുകയാണ്. ഡാൻ കുര്യൻ ചെയ്തത് എന്താണ്? ഡാൻ കുര്യൻ കൃത്യമായിട്ട് അവന്തിക എന്നയാളുടെ അവരുടെ പ്രതികരണം എന്താണ് എന്നുള്ള കാര്യം എടുത്ത് ചാനലിൽ കൊടുക്കുകയായിരുന്നു, ചാനൽ ടെലികാസ്റ്റ് ചെയ്യുകയായിരുന്നു.
തന്നെയായിരുന്നു ഉണ്ടായത്. എന്നിട്ട് ഇന്നലെ എവിടെ നിന്നോ ഒരു ശബ്ദമൊക്കെ സംഘടിപ്പിച്ചുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ വരികയായിരുന്നു. ഇത് ഓഗസ്റ്റ് 1 ഡാൻ കുര്യനുമായിട്ട് സംസാരിച്ച ഓഡിയോയാണ്, അതിനകത്ത് പരാതിയെക്കുറിച്ചൊന്നും പറയുന്നില്ല എന്ന്. അതൊന്നുമല്ല, അങ്ങനെയല്ല എന്നുള്ള കാര്യം അവരുടെ പരാതിയെക്കുറിച്ചുള്ള അതേ ശബ്ദം വീണ്ടും കേൾപ്പിക്കുന്നു. അവന്തിക ലൈവായിട്ട് ന്യൂസ് 18-ൽ വരുന്നു. ഇതൊക്കെ ഉണ്ടായിട്ടും അതേ ഡാൻ കുര്യന്റെ പടം വെച്ചുകൊണ്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്നുള്ള പേരിൽ പ്രചരിപ്പിക്കുകയാണ്, ഇവനെ സൂക്ഷിക്കുക എന്ന് പറഞ്ഞുകൊണ്ട്. ഇതാണോ കോൺഗ്രസിന്റെ സംസ്കാരം? ഇങ്ങനെയുള്ളവരെ ഒറ്റപ്പെടുത്തുവാനായിട്ട് വി ഡി സതീശനും സണ്ണി ജോസഫും കൃത്യമായിട്ട് നടപടിയെടുക്കണം എന്നുള്ളതാണ്. ഞങ്ങളുടെ കയ്യിൽ തെളിവുണ്ടോ, ഞങ്ങളത് പുറത്തുവിട്ട് കഴിഞ്ഞു. മറിച്ചുള്ളതാണ് എങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ വരട്ടെ, അല്ലാതെ അടൂരിലെ വീട്ടിൽ കയറി ഒളിച്ചിരിക്കുകയല്ല വേണ്ടത്. ശ്രീ തുടർന്നോളൂ. ഞാൻ പറഞ്ഞു വന്നത് മുകേഷിന്റെ കേസുമായിട്ട് ഇതിനുള്ള പ്രാഥമികമായിട്ടുള്ള വ്യത്യാസം ഞാൻ പറയുന്നത്, പിന്നീട് ആ കേസ് പ്രോഗ്രസ് ചെയ്തിട്ട് കാണിച്ചുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ശരി, മുകേഷിന്റെ കേസുമായിട്ട് ബന്ധപ്പെട്ട് ഇതിനുള്ള പ്രാഥമികമായിട്ടുള്ള വ്യത്യാസം ഞാൻ പറയുന്നത് അത് FIR ഇടുന്ന ഘട്ടത്തിലെ കുറിച്ചോ കുറ്റപത്രം സമർപ്പിക്കപ്പെടുന്ന ഘട്ടത്തിനെ കുറിച്ചോ അല്ല, മറിച്ച് ആരോപണം പ്രാഥമികമായിട്ടുണ്ടാകുന്ന സമയത്ത് പൊതുസമൂഹത്തിന് ബോധ്യമാകുന്ന രീതിയിലത്തേക്കുള്ള ഒരു തെളിവും ഈ ആരോപണം ഉന്നയിക്കുന്ന ആൾക്കാരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിരുന്നില്ല. വാക്കാലുള്ള ആരോപണം മാത്രമാണ് ഉണ്ടായിരുന്നത്. ആ ആരോപണത്തിനെ പൂർണ്ണമായിട്ട് ശ്രീ മുകേഷ് നിഷേധിച്ചു, അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ കക്ഷിയും നിഷേധിച്ചു. അപ്പൊ ഈ രണ്ടാൾക്കാരും അത് നിഷേധിച്ചു എന്നുള്ള ഒരു പ്രധാനപ്പെട്ട വ്യത്യാസമുണ്ട്. പക്ഷെ ഇവിടെ സംഭവിച്ചിരിക്കുന്നത് എന്താണ്? ഇത് കേവലം വാക്കാലുള്ള ആരോപണമായിട്ടല്ല വന്നിരിക്കുന്നത്, മറിച്ച് അതുമായി ബന്ധപ്പെട്ട് പ്രാഥമികമായിട്ട് ആൾക്കാർക്ക് ബോധ്യമാകുന്ന തരത്തിലുള്ള കുറേയധികം ചാറ്റ് പ്ലാറ്റ്ഫോമുകളിൽ നിന്നുള്ള സ്ക്രീൻഷോട്ടുകളും ഒരു ശബ്ദ സന്ദേശവുമാണ്. ഈ ചാറ്റുകളൊന്നും തന്റേതല്ല എന്ന് ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ നിമിഷം വരെ പറഞ്ഞിട്ടില്ല. അതിൽ അദ്ദേഹത്തിന്റെ പേരെടുത്തുകൊണ്ട് ഒരു സ്ത്രീ പറഞ്ഞിരിക്കുന്ന ഒരു ആരോപണമുണ്ട്. അതിൽ അദ്ദേഹത്തിന്റെ പ്രതികരണം നമ്മൾ കണ്ടതാണ്. അദ്ദേഹം പറയുന്നത് ആ ചാറ്റിന്റെ ബാക്കി എവിടെ എന്നാണ്. എന്നാൽ ഈ അവന്തിക എന്ന് പറയുന്ന ആളുമായി ബന്ധപ്പെട്ട് അതിന്റെ ചാറ്റ് വായിച്ച് കേൾപ്പിക്കുകയും അതിലെ ഓഡിയോ മെസ്സേജുകൾ കേൾപ്പിക്കുകയും ചെയ്യുന്നയാൾ എന്തുകൊണ്ടാണ് ഈ ആരോപണം ഉന്നയിച്ചിരിക്കുന്ന ഹണി ഭാസ്കർ എന്ന ആളുമായി ബന്ധപ്പെട്ട ഈ ചാറ്റിന്റെ പൂർണ്ണമായിട്ടല്ല കാണിക്കുന്നത് എന്ന് പറഞ്ഞ ബാക്കി ഭാഗം കാണിക്കാത്തത് എന്നുള്ള ഒരു പ്രശ്നം. രണ്ട്, ഈ ഓഡിയോയുമായി ബന്ധപ്പെട്ട് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഇന്നത്തെ കാലത്ത് ഇതൊക്കെ ഉണ്ടാക്കാമല്ലോ എന്നാണ്. എന്ന് വെച്ചാൽ അദ്ദേഹം പറയുന്നത് എന്താണ്? തന്റെ ഓഡിയോ അല്ല എന്നാണോ, ആരെങ്കിലും ഫാബ്രിക്കേറ്റ് ചെയ്തു എന്നാണോ? അങ്ങനെ അദ്ദേഹത്തിന് ഉത്തമ ബോധ്യമുണ്ട് എങ്കിൽ അദ്ദേഹത്തിന് മാനമുണ്ട് എന്നതിന്റെ അടിസ്ഥാനത്തിൽ മാനനഷ്ടത്തിന് ഇത് പ്രചരിപ്പിക്കുന്ന ഈ ന്യൂസ് 18 ഉൾപ്പെടെയുള്ള ചാനലുകൾക്കെതിരെ അദ്ദേഹത്തിന് ലീഗൽ ആക്ഷൻ എടുക്കാം. അതിന് അദ്ദേഹം പോയിട്ടില്ല. ഇനി ഇതിനേക്കാൾ ഒരു പടി കൂടി കടന്നുകൊണ്ട് പരാതിയില്ല എന്ന് കോൺഗ്രസ്സുകാർ ഇപ്പോഴും പറയുന്നുണ്ട് എങ്കിലും ശ്രീ VD സതീശന് ബോധ്യമായല്ലോ വ്യക്തിപരമായിട്ട്. അദ്ദേഹം പറഞ്ഞിരുന്നത് എന്താണ്? ഈ ഒരു പരാതി തനിക്ക് മകളെ പോലെ കാണുന്ന ഒരാൾ തന്നോട് വന്ന് പറയുമ്പോൾ അതിൽ കഴമ്പുണ്ട് എന്ന് കണ്ട് ഒരച്ഛൻ എന്ത് നിലപാടാണോ സ്വീകരിക്കേണ്ടത് ആ നിലപാട് സ്വീകരിച്ചു എന്നാണ്. എന്ന് വെച്ചാൽ ഇത് മുകേഷുമായിട്ടുള്ള കേസിന്റെ വ്യത്യാസം എന്ന് പറയുന്നത് പരാതി ഉണ്ടോ ഇല്ലയോ ഇതിനെ യാതൊരു വിധത്തിലും ബാധിക്കാത്ത തരത്തിൽ കോൺഗ്രസിന്റെ പ്രതിപക്ഷ നേതാവിന് ഈ വിഷയത്തിൽ ബോധ്യമുള്ളത് കൊണ്ടാണ് ഇതിൽ നടപടി ഉണ്ടായത്. ആ സമയത്ത് തന്നെ പുതിയ തെളിവുകൾ വരുന്നതിന് മുമ്പ് തന്നെ ശ്രീ VD സതീശൻ പറഞ്ഞത് ഇത് പ്രാഥമിക നടപടി മാത്രമാണ് എന്നാണ്. എന്ന് വെച്ചാൽ കൂടുതൽ നടപടി അദ്ദേഹത്തിനെതിരെ സ്വീകരിക്കാൻ പറ്റുന്ന ശക്തമായിട്ടുള്ള എന്തോ കാര്യം അദ്ദേഹത്തിനുണ്ട്. കാരണം ഒരു പിതാവിനെ പോലെ പെരുമാറുന്നതിന് വേണ്ടിയിട്ടാണോ കോൺഗ്രസ്സുകാർ അദ്ദേഹത്തിനെ പ്രതിപക്ഷ നേതാവാക്കിയിരിക്കുന്നത്? അല്ല, മറിച്ച് അദ്ദേഹം പൊളിറ്റിക്കൽ ഡിസിഷൻ എടുക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ആ താൻ എടുക്കുന്നത് പൊളിറ്റിക്കൽ ഡിസിഷൻ ആണ് എന്നും അതിന്റെ കൃത്യതയിൽ അദ്ദേഹത്തിന് ഉത്തമ ബോധ്യമുള്ളത് കൊണ്ടുമാണ് അദ്ദേഹം അത് എടുത്തത്. അതല്ല എങ്കിൽ ഇത്ര പ്രോമിസിംഗ് ആയിട്ടുള്ള ഒരു ചെറുപ്പക്കാരൻ, ഈ കോൺഗ്രസിലെ ഏറ്റവും ജൂനിയർ ആണെങ്കിലും ഏറ്റവും ശക്തമായിട്ടുള്ള ഒരു പോരാട്ടത്തിലൂടെ ജയിച്ചു വന്നിരിക്കുന്ന ഒരാൾ, സതീശന്റെ ക്യാമ്പിലുള്ളത് എന്ന രീതിയിലത്തേക്ക് ആക്ഷേപിക്കപ്പെടുക പോലും ചെയ്തിട്ടുള്ള ഒരാൾ, അദ്ദേഹത്തിനെ സംരക്ഷിക്കാനാണ് നോക്കേണ്ടത്. ശരിയാണ്. ഞാൻ CPM-ന്റെ കാര്യം പറഞ്ഞു, മുകേഷിനെതിരെ ഒന്നും നടപടി എടുത്തില്ല, മാറ്റി നിർത്തിയില്ല, അതൊക്കെ ശരി തന്നെയാണ്. പക്ഷേ അപ്പോഴെല്ലാം ന്യായീകരണ തൊഴിലാളികൾ അവിടെ ഉണ്ടായിരുന്നു. നിങ്ങൾക്കത് ന്യായീകരിക്കാൻ പോലും പറ്റുന്നില്ല എന്ന് പറയുമ്പോൾ കൃത്യമായിട്ട് ബോധ്യം നിങ്ങൾക്കുണ്ടായി. അതിന്റെ അടിസ്ഥാനത്തിലാണ് നടപടിയെടുത്തത്. അപ്പോൾ സ്വാഭാവികമായിട്ട് ആ ചോദ്യം വരും, നിങ്ങൾക്ക് പോലും ന്യായീകരിക്കാൻ കഴിയാത്തയാൾ എങ്ങനെ പാലക്കാടിന്റെ MLA ആയി തുടരും എന്നുള്ള കാര്യം. മഞ്ജുഷ, നമ്പർ 1, ഞാൻ പറഞ്ഞത് ഉപദേശം വേണ്ട എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആ കാര്യത്തെ പറ്റി പഠിച്ചു തീരുമാനമെടുത്തു കഴിഞ്ഞു. അല്ലാതെ ഞങ്ങൾ ജനങ്ങളെ കേൾക്കില്ല എന്നല്ല. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ജനങ്ങളുടെ അടുത്ത് അഭിപ്രായം എടുത്ത് നടപ്പിലാക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനമാണ് കോൺഗ്രസ്. പക്ഷേ ചില ആളുകൾക്ക് തെളിവ് നിരത്തിക്കൊണ്ട് അത് അങ്ങനെയാണെന്ന് സ്ഥാപിച്ചുകൊണ്ടുള്ള ഏർപ്പാട് വേണ്ട എന്നാണ് ഞാൻ പറഞ്ഞത്. VD സതീശനോട് അച്ഛനെ പോലെ ഒരാൾ പറഞ്ഞിട്ടുണ്ട് എങ്കിൽ അതിനുള്ള മകളെ പോലെ തന്നെ ആ കേസ് കൺസിഡർ ചെയ്തിട്ടുണ്ട്. ശ്രീ തുമണിക്കർ കേട്ടോ പരാതി എന്താണെന്ന്, അവരെന്താണ് ആവശ്യപ്പെട്ടതെന്ന് കേട്ടോ. അവരുടെ പത്രസമ്മേളനം മുഴുവൻ കേട്ട സമയത്ത് എനിക്ക് ഹാംഫുൾ ആയ ഒന്നും ഉണ്ടായിട്ടില്ല. എനിക്കൊരു മെസ്സേജാണ് വന്നത്. പക്ഷേ
പക്ഷേ ഇത് നവീകരിക്കപ്പെടണം. രാഹുൽ എന്ന് പറഞ്ഞുകൊണ്ട് പരാതി പറഞ്ഞു. നവീകരിക്കപ്പെടാനാണ് അവരുടെ ഉദ്ദേശമെങ്കിൽ അതിന് മറുപടി പറഞ്ഞു. അതിനപ്പുറത്തേക്ക് നിങ്ങൾ എഴുതാപ്പുറം വായിച്ചു കൊണ്ടുപോകണ്ട. രണ്ട്, ഞങ്ങളിവിടെ രാഹുൽ മാങ്കൂട്ടത്തിലെ ന്യായീകരിക്കാൻ വേണ്ടിയിട്ടല്ല കോൺഗ്രസ് ഇവിടെ ആളെ അയച്ചത്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ത് നിലപാടെടുത്തു എന്ന് പറയാൻ വേണ്ടിയിട്ടാ. സമാനതകളില്ലാത്ത രാഷ്ട്രീയ നിലപാട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എടുത്തിട്ടുണ്ട്. ഞങ്ങൾക്കാർക്കും അഭിപ്രായം പറയാൻ വേണ്ടി പേടിയില്ല. ഞങ്ങൾക്കാർക്കും സൈബർ അറ്റാക്ക് പേടിയില്ല. ഡാൻ കുര്യനെ പറ്റി അറ്റാക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഡാൻ കുര്യൻ പരാതി കൊടുക്കട്ടെ. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ വക്താക്കളോ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഔദ്യോഗിക ഭാരവാഹികളോ ഡാൻ കുര്യനെതിരെ നടപടി ഏതെങ്കിലും രീതിയിൽ സൈബർ അറ്റാക്ക് നടത്തിയിട്ടുണ്ടെങ്കിൽ പരാതി കൊടുക്കുക. ഞങ്ങൾ പരാതി കൊടുക്കുന്നവരല്ല. നിങ്ങൾ പറയുന്ന ധാർമ്മികതയുണ്ടല്ലോ. അല്ലല്ല, വി ഡി സതീശന്റെ ഒക്കെ ഒരു ധാർമ്മികതയുണ്ടല്ലോ. അതൊക്കെ ഉണ്ടെങ്കിൽ ഈ പറയുന്ന മുഖമില്ല കൂട്ടങ്ങളെ കണ്ടെത്തണം. നിങ്ങൾക്കറിയാവുന്ന ആളുകൾ തന്നെയാണ് ഈ സൈബർ ആക്രമണം നടത്തുന്നത്. അത് ഡാനിനെതിരെ മാത്രമല്ല, നിങ്ങളുടെ MLA ക്കെതിരെ നടത്തുന്നുണ്ടേ. നിങ്ങളുടെ ഉമാ തോമസിനെതിരെ നടത്തുന്നുണ്ട്. ഒരക്ഷരം മിണ്ടുന്നില്ലല്ലോ നിങ്ങൾ. അവിടെ മഞ്ജുഷ ചാലഞ്ച് ചെയ്യുന്നു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഔദ്യോഗികമായതോ അനൌദ്യോഗികമായതോ ഒഫീഷ്യലായ ഒരു സൈബർ ഹാൻഡിൽ നിന്നും ഞങ്ങൾ ഒരു മാധ്യമ പ്രവർത്തകനെ നിങ്ങൾ പറയുകയുള്ളൂ. നിങ്ങളുടെ ഔദ്യോഗികമായത് ഞാനും പറഞ്ഞില്ല, നിങ്ങളുടെ പേരിലുള്ള എന്നാണ് ഞാൻ പറഞ്ഞത്. അല്ല, ഈ രാഹുൽ മാങ്കൂട്ടത്തിനെയും ഷാഫി പറമ്പിലിനെയും ഒക്കെ ഇത്ര വലുതാക്കിയതും ഇത്തരത്തിലുള്ള ഹാൻഡിലുകൾ തന്നെയാണ്. ഈ സെയിം ഹാൻഡിലുകളും ഈ വാട്സ്ആപ്പ് ഗ്രൂപ്പുകളും തന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഗുരുവായ ഷാഫി പറമ്പിലിനെയും ഒക്കെ ഇത്ര വലുതാക്കിയത്. അല്ല, ഷാഫി പറമ്പിലിനോട് എന്തെങ്കിലും അസൂയുണ്ട്? എനിക്കൊരു അസൂയമില്ല. എനിക്ക് അസൂയൊന്നുമില്ല. എനിക്കെന്തിനാണ് ഷാഫി പറമ്പിലിനോട് അസൂയ? അല്ല, നേരത്തെ രാഹുൽ മാങ്കൂട്ടത്തിനോട് അസൂയ ഉണ്ടെന്നൊക്കെ മുമ്പ് താങ്കൾ പറഞ്ഞിട്ടുള്ളതാണ്. ഷാഫിയെ തെരഞ്ഞെടുത്തത് ജനങ്ങളാണ്. രാഹുലിനെ തെരഞ്ഞെടുത്തതും ജനങ്ങളാണ്. അല്ല, രാഹുലിനെ തെരഞ്ഞെടുത്തതും ജനങ്ങളാണ്. ജനങ്ങൾക്ക് പലപ്പോഴും തെറ്റ് പറ്റാറുമുണ്ട്. 1,15,000 വോട്ട്. അല്ല, എവിടെ നിങ്ങൾ എന്ത് രാഷ്ട്രീയ ഗുരു എന്നാ പറയുന്നത്? എന്ത് രാഷ്ട്രീയ ഗുരു ഇവിടെ? പാലക്കാട് താൻ ഒഴിയുമ്പോൾ ഇയാളെ പ്രതിഷ്ഠിക്കണമെന്ന് പാർട്ടിയിൽ പറഞ്ഞയാൾ ഷാഫി പറമ്പിലാണ്. അതിനൊരു സംശയവുമില്ല. പാലക്കാട് ഞാൻ ഒഴിയുമ്പോൾ ഇയാളെ പ്രതിഷ്ഠിക്കണമെന്ന് പറഞ്ഞത് ഷാഫി പറമ്പിൽ തന്നെയാണ് നിജേഷ്. അതിനകത്ത് ഒരു സംശയമില്ല. കൃത്യമായിട്ട് അറിയാവുന്ന കാര്യം തന്നെയാണ്. അല്ലെങ്കിൽ പാർട്ടിയിലെ ചെറുപ്പക്കാരോട് ചോദിച്ചു നോക്കൂ. പാർട്ടിയിലെ ചെറുപ്പക്കാരോട് ചോദിച്ചു നോക്കൂ. അല്ല, മഞ്ജുഷ എഴുതി വെച്ചോ. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്, യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റുമാരെ, KSUവിന്റെ പ്രസിഡന്റുമാരെ എവിടെയൊക്കെ തെരഞ്ഞെടുപ്പുണ്ടോ അവിടെയൊക്കെ ഞങ്ങൾ പരീക്ഷിച്ചിട്ടുണ്ട്. അതിന് ഷാഫി പറമ്പിൽ പറയല്ല, ഞങ്ങൾക്കൊരു പാർലമെന്ററി പാർട്ടിയുണ്ട്. ആ കത്ത് കൊടുത്തത് മല്ലികാർജ്ജുന ഖാർഗെ എന്ന അഖിലേന്ത്യാ പ്രസിഡന്റാ. ആ അഖിലേന്ത്യാ പ്രസിഡന്റ് കത്ത് കൊടുത്തിട്ട് ഒരാളെ സ്ഥാനാർത്ഥിയാക്കി കഴിഞ്ഞാൽ അത് ഇന്നയാൾ പറഞ്ഞതാണ് എന്ന് നിങ്ങൾ ഓൺ ചെയ്താൽ ഞങ്ങൾ ഓൺ ചെയ്യാൻ തയ്യാറല്ല. സംശയമില്ലാത്ത കാര്യമാണ്. അതിന്റെ ഫലം നിങ്ങൾ അനുഭവിക്കുകയും ചെയ്തു. ആ വിഴുപ്പിനെ നിങ്ങൾക്ക് വന്ന് ന്യായീകരിക്കേണ്ട ഗതികേടായി. ഏതിന്റെ ഫലം? അല്ല, പാലക്കാട് മത്സരിപ്പിച്ചതിന്റെ ഫലം. അത് ആരും ന്യായീകരിച്ചു മഞ്ജുഷേ? നിങ്ങൾ പറ രാഹുൽ മാങ്കൂട്ടം മഞ്ജുഷ. നിങ്ങൾ പോയി കേസ് കൊടുക്കുക എന്നൊക്കെ പറഞ്ഞാൽ എന്താണ് അർത്ഥമാക്കുന്നത്? നിജേഷ്, താങ്കൾ ഒരു വാക്കിൽ പോലും അപലപിച്ചില്ല. താങ്കൾ ഒരു വാക്കിൽ പോലും ഈ നടക്കുന്ന സൈബർ ആക്രമണങ്ങളെ അപലപിച്ചില്ല. ഈ കള്ള ന്യായീകരണം ഇന്നലെ രാഹുൽ മാങ്കൂട്ടത്തിൽ നടത്തിയതിനെ താങ്കൾ അനുകൂലിച്ചില്ല. അല്ല, ആ ശബ്ദ സന്ദേശം വ്യാജമായിട്ട് അതിലെ അറ്റവും മുറിയും മാത്രം എടുത്ത് മീഡിയയെ കാണിച്ചത്, കേൾപ്പിച്ചത്, അത് താങ്കൾ തള്ളി പറയുന്നില്ല. താങ്കൾ പറയുന്നു വേണമെങ്കിൽ പോയി കേസ് കൊടുക്കാൻ. അതല്ല അതിന്റെ ന്യായീകരണം. അതല്ല അതിന്റെ വിശദീകരണം. ന്യായീകരിക്കേണ്ട കാര്യമുണ്ടോ മഞ്ജുഷേ? ഞാനതിനെ മഞ്ജുഷ ഞാൻ കൃത്യമായി പറയാം. മഞ്ജുഷ, ഞാൻ ന്യായീകരിക്കേണ്ട കാര്യമുണ്ടോ? രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന വ്യക്തി ഒരു കാര്യത്തിൽ പത്രസമ്മേളനത്തിൽ വന്ന് പറഞ്ഞാൽ അതിന്റെ ശരിയും തെറ്റും നിങ്ങൾ പരീക്ഷിച്ചോ? ഞങ്ങൾക്കൊന്നുമല്ല. ഞങ്ങൾ രാഹുൽ മാങ്കൂട്ടത്തിനെ ന്യായീകരിക്കാൻ വന്നതല്ല. ഞങ്ങൾ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന വ്യക്തി പ്രഥമ ദൃഷ്ട്യാ തെറ്റ് ചെയ്തു എന്ന് ബോധ്യപ്പെട്ടതുകൊണ്ട് നടപടിയെടുത്ത രാഷ്ട്രീയ പ്രസ്ഥാന. അതൊരു മറ്റൊരു പ്രസ്ഥാനത്തിൽ എടുക്കാൻ സാധിച്ചിട്ടില്ല. ഞാൻ പറഞ്ഞത് ഡാൻ കുര്യനെതിരെ ആരെങ്കിലും സൈബർ അറ്റാക്ക് നടത്തി കഴിഞ്ഞാൽ നിയമ വഴിയിലൂടെ പോകണം. നിങ്ങൾ അതുപോലുള്ള ചങ്കുറ്റ ന്യൂസ് 18 കാണിക്കുക. ഞങ്ങൾ വെല്ലുവിളിക്കുകയാണ്. ഞങ്ങൾ നിയമവഴിയിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നില്ല. എന്തിനാണ്? അതിന്റെ ആവശ്യം എന്താണ്? ഇത്തരത്തിലുള്ള പല അധിക്ഷേപങ്ങളും കേട്ടിട്ടുള്ളവരാണ്. എല്ലാത്തിനും പോയി നിയമവഴി തേടാൻ പോവുകയാണ്. അതല്ല നിങ്ങളുടെ മുഖം വികൃതമാക്കും. ഇത്തരത്തിലുള്ള ആളുകൾ രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടി ന്യായീകരിക്കാൻ ഇറങ്ങുന്നത് കോൺഗ്രസിന്റെ മുഖം വികൃതമാക്കും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കോൺഗ്രസ് പാർട്ടി നന്നാവണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ. അതുകൊണ്ടാണ് പറഞ്ഞത്. മഞ്ജുഷ എഴുതി വെച്ചോ. അല്ല, മഞ്ജുഷ ഓർത്ത് വെച്ചോ. മഞ്ജുഷിന്റെ ഈ ചാനലിനകത്ത് വാർത്ത തരുന്ന ആളുകളുണ്ടായിരിക്കാം.
നിങ്ങൾ തന്നെയാണല്ലോ പ്രഖ്യാപിച്ചത് കോൺഗ്രസിന്റെ 2026 സ്ഥാനാർത്ഥി പട്ടിക ഞങ്ങൾ വരുന്നു എന്ന് പ്രഖ്യാപിച്ച പാർട്ടിയാണ്. അങ്ങനെയൊക്കെ നിങ്ങൾക്ക് ഔദ്യോഗികമായി ആരോടെങ്കിലും ബന്ധമുണ്ടെങ്കിൽ ആ ബന്ധം നിങ്ങൾ സൂക്ഷിക്കുക. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ കാര്യം പറയാൻ വേണ്ടി ഇവിടെ KPCC പ്രസിഡന്റ് ഉണ്ട്, KPCCയുടെ ഭാരവാഹികളുണ്ട്, KPCCക്ക് മീഡിയ സെല്ലുണ്ട്, പ്രതിപക്ഷ നേതാവുണ്ട്. അല്ലാതെ ഏതെങ്കിലും ഒരാൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ പോരാളി ഷാജി എന്നോ മറ്റോ പറഞ്ഞാൽ അതിന് ഓൺ ചെയ്യാൻ ഞങ്ങൾ തയ്യാറല്ല. എന്നിട്ടാണ് ഈ വ്യാജൻ എന്നിട്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിലിനെ പോലെയുള്ള ഒരാൾ കോൺഗ്രസ് പാർട്ടിയിൽ ഇത്രയും നാൾ വിലസി നടന്നിരുന്നത്. ശരി, MS വേണുഗോപാൽ, താങ്കളുടെ നിരീക്ഷണം. ഇപ്പോൾ കോൺഗ്രസ് ശരിക്കും പറഞ്ഞാൽ ഞാൻ മഞ്ജുഷോട് പറയട്ടെ മഞ്ജുഷ്, രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ നിങ്ങൾക്ക് നേരത്തെ ഒരു പരാതി പത്രപ്രവർത്തനത്തിന്റെ ഭാഗമായി നിങ്ങൾക്ക് കിട്ടിയിരുന്നെങ്കിൽ നിങ്ങൾ പലതവണ പരാതി എന്റെ നിജേഷ് ഇതിനൊക്കെ കൃത്യമായിട്ട് തെളിവില്ലാത്തത് കൊണ്ടാണ്. ഇയാളെ പറ്റിയൊക്കെ ഒരുപാട് കാര്യങ്ങൾ അന്ന് ഞങ്ങൾ ഉന്നയിച്ചിരുന്നുവെങ്കിൽ നിജേഷ് പറയും ഇതെല്ലാം വ്യാജ വാർത്തയാണ്, നിങ്ങൾക്ക് വാർത്ത തരുന്ന ആളുകളുടെ താല്പര്യം അനുസരിച്ചാണ് എന്ന്. കോൺഗ്രസിനകത്ത് എന്റെ നിജേഷ് താങ്കൾക്ക് പറയാവുന്നതാണ്, രാഹുൽ മാങ്കൂട്ടത്തിൽ വ്യാജ ID കാർഡ് നിർമ്മിച്ചാണ് യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് ആയത് എന്നുള്ള കാര്യം CPM-ന്റെയോ മറ്റു പാർട്ടികളുടെയോ ആളുകളല്ല പുറത്തുവിട്ടത്. അത് പുറത്തുവിട്ടത് കോൺഗ്രസ് പാർട്ടിക്കാർ തന്നെയാണ്. നിങ്ങളുടെ പാർട്ടിയിൽ നിന്ന് തന്നെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ നേരത്തെയും പുറത്തു വന്നിട്ടുള്ളതാണ്. പല കാര്യങ്ങളിലും തെളിവില്ലാത്തത് കൊണ്ട് അത് വലിയ വാർത്തയായി. പക്ഷേ വാർത്തയായി, പക്ഷേ ഈ വലിയ ആരോപണമായിട്ട് വന്നില്ല, അത് കെട്ടടങ്ങി. അത്രേ ഉള്ളൂ. അത് നിജേഷിന് പറയാവുന്ന കാര്യമാണ്. ഇതൊക്കെ നേരത്തെയൊക്കെ പാർട്ടിയിൽ പലരും അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞുകൊണ്ടിരുന്ന കാര്യം തന്നെയാണ്. മാധ്യമപ്രവർത്തകർക്കും അറിയാവുന്ന കാര്യം തന്നെയായിരുന്നു നിജേഷ്. പക്ഷേ ഈ പറയുന്ന പോലെ വ്യക്തമായ തെളിവുകളില്ല. ഇപ്പോൾ തെളിവുകൾ വന്നു, അത്രേ ഉള്ളൂ. വേണുഗോപാൽ, ഇപ്പോഴത്തെ ഈ സാഹചര്യത്തിൽ കോൺഗ്രസ് നിങ്ങൾ പറയുന്നു ഈ വിഷയത്തിൽ കോൺഗ്രസ് ഇപ്പോൾ 2 വള്ളത്തിലാണ് കാൽ വെച്ചിരിക്കുന്നത്. ഒന്ന് ധാർമ്മികതയുടെ വള്ളത്തിലും മറ്റൊന്ന് അധാർമികതയുടെ വള്ളത്തിലുമാണ്. ഇതിൻ്റെ കാരണം കോൺഗ്രസ്സിന് ഇപ്പോൾ MLA സ്ഥാനം എന്ന് പറയുന്നത് നിലനിർത്തേണ്ട ഒരു സാഹചര്യം ഉണ്ട്. കാരണം പാലക്കാട് ഒരു ഇലക്ഷൻ ഉണ്ടാവാതിരിക്കണം. അപ്പോൾ അതിനെന്ത് ചെയ്തു? ധാർമ്മികത കാണിക്കാനായിട്ട് പാർട്ടിയിലെ ചുമതലകൾ എല്ലാം ഒഴിപ്പിച്ചെടുത്തു. എന്നാൽ MLA സ്ഥാനം ജനങ്ങളുടെ മേൽ വരുന്ന ഒരു ഭാരമായതുകൊണ്ട് അത് അധാർമികമായി അവിടെ നിലനിർത്തുകയും ചെയ്തു. ഇത് 1995 ചാരക്കേസ് വന്നതുപോലെ തന്നെയുള്ളൊരു വിഷയമാണ്. അന്ന് 95 ചാരക്കേസാണെങ്കിൽ 2005 സദാചാര കേസാണെന്ന് മാത്രമേ ഉള്ള വ്യത്യാസമുള്ളൂ. അന്ന് ഇവർക്ക് ഈ ചാരക്കേസിൽ ഇതേപോലെ പത്രക്കാർ കൊണ്ടുവന്നതാണ് ആ വിഷയം. പക്ഷേ അത് കോൺഗ്രസ്സുകാർ ഏറ്റെടുത്തു. പിന്നീട് അത് വലിയ വിഷയമായി. ശ്രീ കരുണാകരൻ മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് രാജിവെക്കേണ്ടി വന്നു. എന്നാൽ ഇവിടെ ഇപ്പോൾ സദാചാര കേസിൽ ഇതേപോലെ തന്നെ പത്രക്കാരും കോൺഗ്രസ്സുകാരും എല്ലാം കൂടെ ചേർന്ന് വന്ന വിഷയമായിട്ട് പോലും നിങ്ങൾക്ക് പാർട്ടിയിലെ സ്ഥാനം രാജിവെച്ചാൽ മതി, MLA സ്ഥാനം രാജിവെക്കേണ്ട. അപ്പോൾ ഇതൊരു ഇരട്ടത്താപ്പാണ്. 95 മുഖ്യമന്ത്രി തന്നെ രാജിവെക്കണം, ഇവിടെ MLA പോലും രാജിവെക്കേണ്ട. അപ്പോൾ ഇത് ജനങ്ങൾ ഇത് വ്യക്തമായി മനസ്സിലാക്കിയിട്ടുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിന് നിങ്ങൾക്കൊരു നോട്ടീസ് പോലും കൊടുക്കാൻ കഴിഞ്ഞില്ല. അത് നിങ്ങൾ ഈ കാണിക്കുന്നത് തീർച്ചയായിട്ടും ഇത് അധാർമികതയെ മൂടി വയ്ക്കാനുള്ള ഒരു ധാർമ്മികതയുടെ കളി മാത്രമാണ്. അത് കേരളത്തിലെ ജനങ്ങൾ തിരിച്ചറിയും. ഇല്ലെങ്കിൽ ഇവിടുത്തെ ഇനി വരുന്ന ഇലക്ഷനുകളിൽ നിങ്ങൾ ഉദ്ദേശിക്കുന്നതിനേക്കാൾ കൂടുതൽ വിപത്തായിട്ട് ഇത് ഇടതുപക്ഷവും BJPയും ഭംഗിയായി ഉപയോഗിക്കുകയും ഈ വരുന്ന തെരഞ്ഞെടുപ്പുകളിൽ ഇനിയിപ്പോൾ നിങ്ങൾ പാലക്കാട്ടെ ഇലക്ഷനാണ് ഭയക്കുന്നതെങ്കിൽ ഇത് ആ തൊട്ടടുത്ത് തന്നെ തദ്ദേശ സ്വയംഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പ് വരുന്നു. അവിടെയെല്ലാം ഇതേ വിഷയം വരാൻ പോവാണ്. ശരിക്കും പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് പേടിക്കുന്നത് കൊണ്ട് തന്നെയല്ലേ? അതല്ലാതെ മറ്റൊരു പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പോലും സസ്പെൻഡ് ചെയ്ത് മാതൃക കാട്ടുമ്പോൾ ഈ പാലക്കാട്ടെ MLA സ്ഥാനത്തിലേക്ക് തൊടാതിരിക്കുന്നത് ഇതുകൊണ്ട് തന്നെയാണ്. അതുകൊണ്ട് ഒറ്റ കാരണം, അല്ലെങ്കിൽ ഇത് അത് ഏത് രാഷ്ട്രീയ പാർട്ടിയാണെങ്കിലും അങ്ങനെ ചെയ്യുകയുള്ളൂ. ഇവിടെ ധാർമ്മികതയുടെ കാര്യത്തിൽ CPM-നേക്കാൾ മുന്നിൽ കോൺഗ്രസ് ആണ് എന്ന കാര്യത്തിൽ സംശയമില്ല. താങ്കൾ പറഞ്ഞു അധാർമികതയുടെ വള്ളത്തിൽ കൂടി കാലുണ്ട്. അത് പകുതി അധാർമികതയുടെ വള്ളത്തിലാണ്. അതുകൊണ്ടാണ് കുഴപ്പം. മുഴുവൻ ധാർമ്മികത വരണമെങ്കിൽ കരുണാകരന് CM സ്ഥാനം രാജിവെപ്പിക്കാമെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിനെ കൊണ്ട് MLA സ്ഥാനമെങ്കിലും രാജിവെപ്പിക്കാൻ പറ്റണ്ടേ? അവിടെയാണ് അധാർമികത കിടക്കുന്നത്. ഇത് രണ്ടും ചാരക്കേസും സദാചാര കേസുമാണെന്നുള്ള വ്യത്യാസമേ ഉള്ളൂ. വിഷയങ്ങൾ ഒരുപോലെയാണ്. താങ്കൾ നികേഷക്കപ്പടെ പറയുന്ന പോലെ തന്നെ ഇത് പത്രക്കാർ കൊണ്ടുവന്നതാണെങ്കിൽ കോൺഗ്രസ്സുകാരാണ് ഇത് ഏറ്റെടുത്തിരിക്കുന്നത്. കോൺഗ്രസിൽ ഏറ്റവും ടോപ്പ് ടു ബോട്ടം ഇത് തെറ്റാണെന്ന് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അല്ല, ഇത് കഴിഞ്ഞ ആഴ്ചയാണ് ഇത് പുറത്തു വന്നതെങ്കിലും കോൺഗ്രസ് പാർട്ടിയിൽ ഇത് കുറച്ച് നാളായിട്ടൊക്കെ ഇത് പുകയുന്ന കാര്യം തന്നെയാണ്. ഇത് വെളിയിൽ നിന്ന് ആരും കൊണ്ടുവന്ന് ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട് കോൺഗ്രസ് പാർട്ടിയിലുള്ളത് തന്നെയാണ്. രാഹുൽ മാങ്കൂട്ടത്തിൽ അന്ന് ഈ വ്യാജ ID കാർഡ് ഉണ്ടാക്കി യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് ആയി എന്നുള്ള കാര്യവും അത് യൂത്ത് കോൺഗ്രസിൽ നിന്ന് തന്നെയാണ് വെളിയിലേക്ക് വന്നത്. അവർ തന്നെയാണ് പരാതി ഉന്നയിച്ചത്. അതേ പ്രശ്നം തന്നെയാണ് ഇപ്പോഴും നിലനിൽക്കുന്നത്.
ആ പ്രശ്നങ്ങൾ എന്തുകൊണ്ട് കോൺഗ്രസ്സിന് അതേ രീതിയിൽ കൈകാര്യം ചെയ്യാൻ പറ്റുന്നില്ല? രാഹുൽ മാങ്കൂട്ടത്തിന് ഇങ്ങനെ ഒരു പരിവേഷം കൊടുത്ത് ഇനി സ്വതന്ത്ര MLA ആയിട്ട് അദ്ദേഹം വരുമെന്നാണോ നിങ്ങൾ വിചാരിക്കുന്നത്? ജനങ്ങളുടെ മുമ്പിൽ അദ്ദേഹം കോൺഗ്രസിൻ്റെ MLA തന്നെയാണ്. അല്ലെങ്കിൽ CPM-ലെ ഒറ്റ കാല് മാറണം, അല്ലെങ്കിൽ BJP-യിൽ പോകണം. അങ്ങനെയാണെങ്കിൽ അദ്ദേഹത്തിന് ജനങ്ങൾ തിരിച്ചറിയും. അത് കാല് മാറി രാഹുൽ മാങ്കൂട്ടത്തിൽ കോൺഗ്രസിന്റെ MLA ആയിട്ട് ജനങ്ങൾ കാണുകയുള്ളൂ. അത്രേ ഉള്ളൂ. ഒരു 6 മാസം മാറ്റി നിർത്തിയെന്ന് വെച്ച് അതുകൊണ്ട് ഒരിക്കലും മാറിയില്ല. അല്ലെങ്കിൽ അദ്ദേഹം വേറെ പാർട്ടി പോയാൽ ശരി, CPM-ലേക്ക് മാറി, അല്ലെങ്കിൽ കോൺഗ്രസിലേക്ക് മാറി, അല്ല BJP-ലേക്ക് മാറി, അങ്ങനെ വരികയാണെങ്കിൽ അവർ പറയും കാല് മാറിയ MLA, BJP MLA അല്ലെങ്കിൽ കോൺഗ്രസ് CPM MLA എന്ന് പറയും. ഇപ്പോൾ ഇത് വെറും ഒരു മൂടുപടം മാത്രമാണ്. ഇത് നീലക്കുറുക്കനായിട്ട് തന്നെ ജനങ്ങൾ തിരിച്ചറിയും. അതിന് യാതൊരു സംശയവും ഇല്ല. അത് നിങ്ങൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ വരികയില്ല. ഇപ്പോൾ നിങ്ങൾ പാലക്കാട് ഇലക്ഷൻ ചിലപ്പോൾ 6 മാസം കഴിഞ്ഞിട്ടായിരിക്കും വരുന്നത്. പക്ഷേ ഇത് തദ്ദേശ സ്വയംഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പ് ഒരു മാസം കഴിയുമ്പോൾ വരാനിരിക്കുകയാണ്. അവിടെ ഇതേ വിഷയം തന്നെയാണ് ഇനി പാർട്ടി ആലോചിച്ചിട്ടുണ്ടാവുമല്ലോ. പക്ഷേ ഒരു പാർട്ടിക്ക് ചെയ്യാൻ പറ്റുന്നതിൽ പരമാവധി കാര്യങ്ങൾ ചെയ്തു, അത്രേ ഉള്ളൂ. ശരി നിജേഷ്. അല്ല, ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ കാലുകുത്തിയിരിക്കുന്നത് ധാർമ്മികതയുടെ തോണിയിൽ തന്നെയാണ്. ഞങ്ങൾ അദ്ദേഹത്തെ പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു അന്വേഷണ വിധേയമായിട്ട്. ഇനി അയാൾ ഞങ്ങൾക്ക് വിശദീകരണം തരട്ടെ, അടുത്ത സ്റ്റെപ്പിലേക്ക് ഞങ്ങൾ പോകും. എന്താണ് അതിലൊരു സംശയം വരുന്നത്? നിങ്ങൾ പറഞ്ഞല്ലോ. ഇനിയിപ്പോൾ ഞാൻ വേറൊരു വേർഷൻ ചോദിക്കട്ടെ. കോൺഗ്രസ് പാർട്ടിയുടെ അകത്ത് തന്നെയാണ് ഇത് വന്നത് എന്ന് നിങ്ങൾ പറഞ്ഞു. അപ്പോൾ ഇതൊരു യഥാർത്ഥ കാര്യമല്ല. കോൺഗ്രസ്സുകാർ ഉണ്ടാക്കിയതാണോ, കെട്ടിച്ചമച്ചതാണോ, ഉണ്ടാക്കിയെടുത്ത സാധനമാണോ? അങ്ങനെയാണല്ലോ പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ അത് തുറന്നു പറ. ഒരു കാര്യം ഓർമ്മിച്ചോ, കോൺഗ്രസ് മറ്റു പാർട്ടിക്കാരാണെങ്കിൽ ആദ്യമേ പറയണ്ടേ എങ്കിൽ ഇത് കള്ളമാണെന്ന്. നിങ്ങൾക്കത് നിങ്ങൾ പറഞ്ഞാൽ മതി ഇത് കള്ളമാണ്, ഇത് നിങ്ങളുടെ എല്ലാ നേതാക്കളും പറയുന്നത് ധാർമ്മികതയാണ്, അതുകൊണ്ട് ഞങ്ങൾ ധാർമ്മികമായി പറഞ്ഞിരിക്കുന്നു. എന്നിട്ട് നിങ്ങൾ MLA സ്ഥാനം രാജിവെക്കാൻ സമ്മതിക്കുന്നില്ല. കോൺഗ്രസ് ആണ് ക്രിയേറ്റ് ചെയ്തത് നിങ്ങൾ പറഞ്ഞോ? കോൺഗ്രസ് ആണ്. വേഷമാണ് ഞാൻ പറഞ്ഞത്. ഇത് പത്രക്കാരുണ്ടാക്കിയ വിഷയമാണെന്നും ആ പത്രക്കാരുണ്ടാക്കിയ വിഷയം ഇങ്ങനെ ഊതിപ്പെരിപ്പിച്ചതാണ്. എന്നിട്ടും ഞങ്ങൾ ധാർമ്മികത കാണിച്ചു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ആ ധാർമ്മികതയിൽ ഉറച്ചു നിൽക്കണ്ടേ? പത്രക്കാരുണ്ടാക്കിയ വിഷയമാണ്, ഞങ്ങളുടെ MLA-ക്ക് യാതൊരു കുഴപ്പമില്ല എന്ന് പറഞ്ഞു. അതും നിങ്ങൾ ചെയ്യുന്നില്ല. എന്നിട്ട് നിങ്ങൾ ധാർമ്മികത പറയുന്നു, എന്നിട്ട് പാർട്ടിയിലെ സ്ഥാനങ്ങളെല്ലാം എടുത്തു കളയുന്നു. പക്ഷേ പൊതുജനങ്ങളുടെ മേൽ ഈ അധാർമികതയുടെ ഭാരം അടിച്ചേൽപ്പിച്ച് MLA ആയിട്ട് രാഹുൽ മാങ്കൂട്ടത്തിനെ നിർത്തുന്നു. അവിടെയാണ് പ്രശ്നം. ഇത് K. കരുണാകരൻ ഇതില്ലായിരുന്നു. മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് അദ്ദേഹത്തെ രാജിവെപ്പിച്ചു. ഇവിടെ അത് ചെയ്യുന്നില്ല, അതാ പ്രശ്നം. ശരി, ഞാൻ വരാം. ശ്രീത്ത് മറ്റൊരു കാര്യം കൂടി. ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിലിനെ സസ്പെൻഡ് ചെയ്ത് മാറ്റി നിർത്തി എന്ന് പറഞ്ഞിട്ട് ഈ രാഹുലിനൊപ്പം ആളുകളില്ല എന്നൊന്നും കരുതണ്ട. രാഹുലിനൊപ്പം കുറേയേറെ കോൺഗ്രസ് നേതാക്കൾ ഇപ്പോഴുമുണ്ട്. രാഹുലിന്റെ പടയാളികൾ എന്നൊക്കെ പറയുന്ന സൈബർ പടയാളികൾ, അവർ ഇപ്പോഴും ഒപ്പമുണ്ട്. അപ്പോൾ രാഹുലിനെ ഒരു കോൺഗ്രസ്സുകാരനായിട്ട് മാത്രമേ കാണാൻ കഴിയുകയുള്ളൂ. ഈ സാമൂഹ്യ മാധ്യമങ്ങളിൽ മറിഞ്ഞിരുന്ന് ഇനിയും ഈ ആക്രമണങ്ങൾ തുടരും, രാഹുലിന് വേണ്ടി വാദിക്കുന്ന ഒരു വലിയ പട തന്നെ ആ കൂട്ടത്തിലുണ്ട്. അപ്പോൾ കോൺഗ്രസിന് ആ ബാധ്യത അതേപടി തന്നെ നിലനിൽക്കുകയാണ്. ശ്രീ മഞ്ജുഷ്, ഈ കഴിഞ്ഞ ദിവസങ്ങളിലുള്ള സോഷ്യൽ മീഡിയ ഇടപെടലുകളൊക്കെ കണ്ടു കഴിഞ്ഞാൽ ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെതാണോ അതോ ശ്രീ VD സതീശന്റെയും സണ്ണി ജോസഫിന്റെയും ആണോ ഔദ്യോഗിക കോൺഗ്രസ് എന്ന് തോന്നിപ്പോകും. കാരണം മറ്റുള്ളവർക്ക് ഇല്ലാത്ത തരത്തിലുള്ള ഒരു വലിയ ബ്രിഗേഡാണ് ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിലിനെ പിന്തുണച്ചുകൊണ്ടുള്ളത്. അതുമായി ബന്ധപ്പെട്ട കമന്റുകളും മറ്റു കാര്യങ്ങളും ആക്ഷേപങ്ങളും ഒക്കെ വരുന്നത് ശ്രീമതി ഉമാ തോമസിനെതിരെ മാത്രമല്ല, ഈ അഭിപ്രായങ്ങളൊക്കെ പറയുന്നത് നമ്മുടെ ഫേസ്ബുക്കിലും ഇതേപോലെ തന്നെ വരുന്നുണ്ട് എന്നുള്ളത് നമ്മൾ കാണുന്നുണ്ട്. അപ്പൊ അത്രത്തോളം ഒരു പൊളിറ്റിക്കൽ ക്ലൗട്ട് വളരെ ജൂനിയർ ആയിട്ടുള്ള ഒരു MLA-ക്ക്, വളരെ ജൂനിയർ ആയിട്ടുള്ള ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ ഉണ്ടാക്കാൻ സാധിക്കുമെങ്കിൽ അദ്ദേഹം രാജിവെക്കണമെന്നാണ് തന്റെ താല്പര്യമെന്ന് ശ്രീ രമേശ് ചെന്നിത്തല അടക്കമുള്ള ആൾക്കാരുടേതായിട്ടുള്ള അഭിപ്രായങ്ങൾ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ, കോൺഗ്രസിലെ കുറേയധികം സാമാജികരുടെ, പ്രധാനപ്പെട്ട പല നേതാക്കന്മാരുടെ ഒക്കെ അഭിപ്രായം അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ അതിനെ മറികടന്നുകൊണ്ട് ഒരു അഭിപ്രായം ഉണ്ടാക്കുന്നതിന് കോൺഗ്രസിന്റെ നേതൃത്വത്തിനെ അദ്ദേഹം പ്രേരിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹം ചില്ലറക്കാരനല്ല, അദ്ദേഹം ചെറിയ മീനല്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. മറ്റുള്ള തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ആശങ്കകളൊക്കെ അവിടെ ഇരിക്കുമ്പോൾ പോലും വളരെ ജൂനിയർ ആയിട്ടുള്ള ഒരാളിനെ അവിടെ നിന്ന് മാറ്റി നിർത്തുന്നതിന് വേണ്ടി കോൺഗ്രസ് തയ്യാറാകുന്നില്ല എന്നുള്ള ഒരു പ്രധാനപ്പെട്ട പ്രശ്നമുണ്ട്. 2, ശ്രീ നിജേഷ് തന്നെ ഈ ചർച്ചയിൽ പറഞ്ഞിരിക്കുന്നത് ഒരു തീരുമാനമെടുക്കുന്നതിന്റെ ഭാഗമായിട്ട് ഒരു അഭിപ്രായ രൂപീകരണം ഉണ്ടാകുന്നു, അതിൽ ചർച്ചകളും മറ്റു കാര്യങ്ങളും നടത്തിയതിനു ശേഷം അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ പാർട്ടി ഒരു തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നതാണ് എന്ന് പറയുന്നു. ഞാൻ ചോദിക്കുന്നത്, ആ തീരുമാനം ഉമാ തോമസ് എന്ന് പറയുന്ന നിങ്ങളുടെ തൃക്കാക്കര MLA-യെ എന്തുകൊണ്ട് ബോധ്യപ്പെടുത്തുന്നതിന് കോൺഗ്രസിന് കഴിയുന്നില്ല? ബിന്ദു കൃഷ്ണ എന്ന് പറയുന്ന കോൺഗ്രസിന്റെ നേതാവിനെ ബോധ്യപ്പെടുത്തുന്നതിന് നിങ്ങൾക്ക് എന്തുകൊണ്ട് കഴിയുന്നില്ല? മുൻപ് MLA ആയിരുന്ന ശ്രീമതി ഷാനിമോൾ ഉസ്മാനെ ബോധ്യപ്പെടുത്തുന്നതിന് എന്തുകൊണ്ട് നിങ്ങൾക്ക് കഴിയുന്നില്ല?
നിങ്ങളുടെ സഖ്യകക്ഷി എന്ന രീതിയിലത്തേക്ക് പറയാൻ കഴിയുമോ എന്ന് എനിക്കറിയില്ല. പക്ഷേ എങ്കിലും UDF പക്ഷത്തായിട്ട് നിന്ന് അഭിപ്രായം പറയുന്ന ശ്രീമതി KK രമയെ തിരുത്താൻ നിങ്ങൾക്ക് എന്തുകൊണ്ട് കഴിയുന്നില്ല? യൂത്ത് കോൺഗ്രസിന്റെ പല യുവതികൾ പല അഭിപ്രായ പ്രകടനങ്ങൾ പറഞ്ഞിരിക്കുന്നു. അവരെയൊക്കെ വിശ്വാസത്തിലെടുക്കാൻ നിങ്ങൾക്ക് എന്തുകൊണ്ട് കഴിയുന്നില്ല എന്നുള്ള ഒരു ചോദ്യമുണ്ട്. അപ്പൊ ഈ ആരോപണം ഉന്നയിക്കുന്ന, നിങ്ങളെ തിരുത്താൻ ശ്രമിക്കുന്ന, നിങ്ങൾ ചെയ്യുന്നത് അധാർമികമാണ് എന്ന് പറയുന്ന ആൾക്കാർ മുകേഷിന്റെയോ യെദ്യൂരപ്പയുടെയോ പക്ഷത്തുള്ള ആൾക്കാർ മാത്രമല്ല, മറിച്ച് ഇതല്ല കോൺഗ്രസിന്റെ ധാർമ്മികത എന്ന് ഉത്തമ വിശ്വാസമുള്ള ബഹുഭൂരിപക്ഷം വരുന്ന സ്ത്രീകളാണ് എന്നോർക്കണം. അപ്പൊ അങ്ങനെയുള്ള സ്ത്രീകളായിട്ടുള്ള ആൾക്കാരുടെ വിശ്വാസ്യത പോലും ഇല്ലാതെ എന്ത് സ്ത്രീപക്ഷ നിലപാടാണ് കോൺഗ്രസ് ഈ വിഷയത്തിൽ എടുക്കുന്നത് എന്ന് എനിക്കറിയില്ല. ഇനി ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിൽ സ്വയം പ്രതിരോധിക്കാനായിട്ട് ചെയ്തിരിക്കുന്ന കാര്യം ആലോചിച്ച് നോക്കൂ. പല വിഷയങ്ങൾ അദ്ദേഹത്തിനെതിരെ ഉണ്ടായിട്ടുണ്ട് എങ്കിലും അതിൽ ഒരു കേസ് മാത്രം തെരഞ്ഞെടുത്തിട്ടാണ് അദ്ദേഹം കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളോട് പ്രതികരിക്കാൻ വന്നത്. അതിൽ മാത്രമാണ് അദ്ദേഹം സ്വയം ന്യായീകരിക്കാൻ ശ്രമിച്ചത്. അതുകൊണ്ടാണ് അതിലേക്ക് ഞാൻ വരാം. നോക്കൂ, അതിൽ ഒരാൾ അദ്ദേഹത്തിന്റെ പേര് പറഞ്ഞിട്ടുള്ള ഒരു ആരോപണമുണ്ട്. പിന്നീട് ഒരു ട്രാൻസ് വുമൺ പേര് പറഞ്ഞിട്ട് ആരോപണവുമായി വന്നു. അത് മാത്രം അദ്ദേഹം എടുത്തു. പക്ഷെ ആദ്യത്തെ ആളിനെ വെറുതെ വിട്ടു. പിന്നീട് വന്നിരിക്കുന്ന ചാറ്റുകൾ, ഓഡിയോ ക്ലിപ്പുകൾ, ഇതിനെക്കുറിച്ച് അദ്ദേഹത്തിന്റെ ഒരു തരത്തിലുള്ള വിശദീകരണവുമില്ല. ശ്രീ VD സതീശന്റെ അടുത്ത് വന്നിരിക്കുന്ന പരാതിയെക്കുറിച്ച് അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്ന് വിശദീകരണമില്ല. എന്നിട്ട് ന്യൂസ് 18 ശ്രീ ഡാനുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഈ ചർച്ചയിൽ തന്നെ ശ്രീ നിജേഷ് പറഞ്ഞിരിക്കുന്നത് എന്താണ്? നിങ്ങൾക്ക് ആക്ഷേപമുണ്ടെങ്കിൽ നിയമവഴി സ്വീകരിക്കാമല്ലോ എന്നാണ് ശ്രീ മഞ്ജുഷിനോട് ശ്രീ നിജേഷ് ചോദിക്കുന്നത്. ശരിയാണ്, അങ്ങനെ താല്പര്യമുണ്ട്, നിയമപരമായിട്ട് പോകണമെന്നുണ്ട് എങ്കിൽ ന്യൂസ് 18 അത് എടുക്കാം. പക്ഷേ ന്യൂസ് 18 എന്ന് പറയുന്നത് ഒരു മാധ്യമ സ്ഥാപനമാണ്. അവരെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ എല്ലാവരും പറയുന്നതനുസരിച്ച് പോയി കേസ് കൊടുക്കാൻ നിന്ന് കഴിഞ്ഞാൽ അവർക്ക് മാധ്യമ പ്രവർത്തനം സാധ്യമല്ല. പക്ഷേ ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിന് മാനമുണ്ട് എന്ന് ഞാൻ പറഞ്ഞത് അതുകൊണ്ടാണ്. അദ്ദേഹം ഒരു പൊതുപ്രവർത്തകനാണ്, ഇമേജ് കോൺഷ്യസ് ആയിരിക്കേണ്ടുന്ന ആളാണ്. അപ്പൊ അദ്ദേഹത്തിനെ ഇങ്ങനെ ചീത്തയാക്കിക്കൊണ്ട് അദ്ദേഹത്തിൻ്റെത് എന്ന് പറയപ്പെടുന്ന ഒരു ശബ്ദ സന്ദേശം അടക്കം, അതും ഒരു നിയമവിരുദ്ധമായിട്ടുള്ള കാര്യം ചെയ്യാനായിട്ട്, ഒരു സ്ത്രീയെ അവരുടെ ഇംഗിതത്തിന് വിരുദ്ധമായിട്ട് പ്രേരിപ്പിക്കുന്ന ഒരു കാര്യം അങ്ങനെ വന്നു കഴിഞ്ഞാൽ അദ്ദേഹം എന്തുകൊണ്ടാണ് ഈ നിയമവഴി തെരഞ്ഞെടുക്കാത്തത് എന്നുള്ളതാണ് എന്റെ ചോദ്യം. ഇപ്പൊ താങ്കൾ നേരത്തെ പറഞ്ഞിരിക്കുന്ന ഇപ്പൊ യെദ്യൂരപ്പയുടെ അടക്കമുള്ള കേസുകൾ പറഞ്ഞു, അവരൊക്കെ കേസിന് പോയിട്ടുണ്ട്. ഞാൻ ചോദിക്കുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇങ്ങനെ ആക്ഷേപിക്കപ്പെട്ട് അദ്ദേഹം പൊതുമധ്യത്തിൽ നിൽക്കുന്ന സമയത്ത് എന്തുകൊണ്ടാണ് അദ്ദേഹം നിയമവഴി തെരഞ്ഞെടുക്കാൻ പോകാത്തത് എന്നുള്ള ചോദ്യത്തിന് എന്തു മറുപടി നമുക്ക് പറയാൻ കഴിയും? ഒരാളെ കൂടി ഇപ്പോൾ ഓർമ്മിക്കുകയാണ്, കടകംപള്ളി സുരേന്ദ്രൻ. നേരത്തെ ഇതേപോലെ തന്നെ ആരോപണങ്ങൾ നേരിട്ടിരുന്ന ശ്രീ ശ്രീരാമകൃഷ്ണനുണ്ട്, ശ്രീ തോമസ് ഐസക് ഉണ്ട്. പാർട്ടി അവസാനം ഇവരെയൊക്കെ തന്നെ നിയമ നടപടികൾ സ്വീകരിക്കുന്നതിന് വേണ്ടിയിട്ട് അനുവദിച്ചു എന്ന രീതിയിലത്തേക്കുള്ള വാർത്ത കണ്ടു. പക്ഷെ ഇതിൽ ആരെങ്കിലും ഇതിന് പോയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. പിന്നെ ഇവിടുത്തെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം, സ്റ്റേറ്റ്, നമ്മുടെ പോലീസ്, അവർ ഈ വിഷയത്തിൽ കോഗ്നിസൻസ് എടുക്കേണ്ടതാണ്. അവരത് എടുത്തതിന് ശേഷം സ്വമേധയാ ഒരു FIR രജിസ്റ്റർ ചെയ്യേണ്ടതാണ്, പരാതിയുടെ അഭാവത്തിൽ പോലും. പക്ഷെ അവരെന്തുകൊണ്ടാണ് അത് ചെയ്യാത്തത്? കോൺഗ്രസ് സ്വയം നാറി പുഴുക്കട്ടെ എന്ന നിലപാടാണ് അവർ സ്വീകരിച്ചിരിക്കുന്നത്. പൊളിറ്റിക്കലി അവരെ സംബന്ധിച്ചിടത്തോളം അത് കറക്റ്റാണ്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്, ഒരൊറ്റ ചോദ്യത്തിന് മറുപടി പറയൂ. നിങ്ങൾ എന്തിനാണ് രാഹുലിന്റെ കോൺഗ്രസിലെ പ്രാഥമിക അംഗത്വം റദ്ദാക്കിയത്? എന്താണ് അതിന് കാരണം? അങ്ങനെ റദ്ദാക്കിയതിനു ശേഷം മാത്രം നമുക്ക് ഈ വിഷയം അന്വേഷിക്കാം എന്ന് നിങ്ങൾ തീരുമാനിക്കാൻ പറ്റുന്ന രീതിയിൽ നിങ്ങളെ പ്രേരിപ്പിക്കുന്ന തരത്തിലുള്ള ഗുരുതരമായിട്ടുള്ള എന്ത് കാര്യമാണ് അതിലുണ്ടായിരുന്നത്? നേരത്തെ അദ്ദേഹം ആദ്യമായിട്ടാണോ ആരോപണം നേരിടുന്നത്? വ്യാജ ID കാർഡ് വിഷയം വന്നിരുന്നപ്പോൾ അദ്ദേഹത്തിനെ സസ്പെൻഡ് ചെയ്തിരുന്നു. അദ്ദേഹത്തിനെ മാറി നിന്നതിന് ശേഷം ഞങ്ങൾ ഇത് അന്വേഷിക്കാം എന്ന് കോൺഗ്രസ് പറഞ്ഞില്ല. അപ്പൊ ഈ വിഷയത്തിൽ എന്തുകൊണ്ടാണ് ഒരാൾ വന്ന് പറയുമ്പോൾ ഉടനടി ഒരു തീരുമാനം? അതും ഒരു വ്യാജ ID ആരോപണം ഉണ്ടായപ്പോൾ പോലും ആ സ്ഥാനത്തിന് യാതൊരു വിധത്തിലുള്ള ത്രെട്ടും ഉണ്ടാകാതിരുന്ന ഒരു വ്യക്തി പെട്ടെന്ന് അത് ഉപേക്ഷിക്കുന്നതിന് നിർബന്ധിതനാകുന്നതും 2 ദിവസത്തിനകം അദ്ദേഹത്തിന്റെ പ്രാഥമിക മെമ്പർഷിപ്പ് പോലും പോകുന്നത് കോൺഗ്രസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണല്ലോ ഈ പ്രാഥമിക മെമ്പർഷിപ്പ്. ഒന്ന്, ശ്രീജിത്ത് പണിക്കർ പറഞ്ഞു തുടങ്ങിയ കാര്യം, എന്തുകൊണ്ടാണ് ഉമാ തോമസിനെ, ബിന്ദു കൃഷ്ണയെ, ഷാനിമോൾ ഉസ്മാനെ, KK രമയെ ബോധ്യപ്പെടുത്താൻ കഴിയാത്തത് എന്നാണ്. ഇന്ന് രാവിലെ KPCC പ്രസിഡന്റ് നടപടി പ്രഖ്യാപിച്ചതിന് ശേഷം ഇവരാരെങ്കിലും വ്യത്യസ്തമോ വിരുദ്ധമോ ആയ അഭിപ്രായങ്ങൾ പറഞ്ഞോ? ഇന്നലെ ഞങ്ങൾ അടക്കമുള്ള ആളുകൾ പറഞ്ഞതാണ് നടപടി വേണം എന്നുള്ളത്. അത് നടപടിയായി പൂർത്തീകരിക്കപ്പെട്ടു. അതുകൊണ്ട് തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലേക്ക് ആ സംസാരം പോകേണ്ട. കോൺഗ്രസ് ഇക്കാര്യത്തിൽ ഒറ്റക്കെട്ടായ കാര്യമാണ്. ഇനി രണ്ടാമത്തത്, രാഹുൽ എടുത്ത കാര്യങ്ങൾ, അദ്ദേഹത്തിന്റെ ന്യായാന്യായങ്ങൾ, അത് ഇനി അദ്ദേഹമാണ് വിശദീകരിക്കേണ്ടത്. അതിന് പടച്ചട്ടണിക്കേണ്ട പരിപാടി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് ഇല്ല. ഇനി മൂന്നാമത്തെ കാര്യം, പ്രഥമ ദൃഷ്ട്യാ ഈ വിഷയം വ്യാജ ഐഡന്റിറ്റി കാർഡ് എന്നുള്ളത് ഒരു ആരോപണമായിരുന്നു, ആക്ഷേപമായിരുന്നു. പാർട്ടിക്കകത്തുള്ള ചില വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് CPM പ്രത്യേകിച്ച് ഉണ്ടാക്കി കൊണ്ടുവന്ന ഒരു കാര്യമായിരുന്നു. അത് ഞങ്ങൾ മുഖവിലേക്ക് എടുക്കേണ്ട കാര്യം ഞങ്ങൾക്കില്ല. എന്നാൽ ഇത് ഒരു പെൺകുട്ടി
മാധ്യമങ്ങളിലൂടെ വന്ന് ഈ കാര്യം പറഞ്ഞു. അപ്പോൾ തന്നെ ഞങ്ങളത് ഗൗരവമായിട്ടെടുത്തു. പിറ്റേ ദിവസം ചില ശബ്ദരേഖകൾ പുറത്തു വന്നു. അത് കൂടുതൽ ഗൗരവമാക്കി എടുത്തു. അന്ന് തന്നെ പാർട്ടിയുടെ സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനത്ത് മാറ്റി. വീണ്ടും പാർട്ടി കൂടിയാലോചിച്ചു. വീണ്ടും ചില ആരോപണങ്ങൾ തുറന്നു വന്ന സമയത്ത്, ആരോപണങ്ങൾ പലയിടങ്ങളിലായി വന്ന സമയത്ത് കോൺഗ്രസ് അവരെ പ്രാഥമിക അംഗത്തിൽ നിന്ന് അന്വേഷണ വിധേയമായി, ശ്രീത് പണിക്കർക്ക് ചെറിയ വാക്ക് അവിടെ വരണം, അന്വേഷണ വിധേയമായിട്ട് സസ്പെൻഡ് ചെയ്തു. ആ അന്വേഷണം എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ കാര്യം കേൾക്കാൻ വേണ്ടിയാണ്. ഇന്നലെ രാഹുൽ പത്രസമ്മേളനത്തിൽ പറഞ്ഞു എനിക്ക് പറയാനുണ്ട്, എൻ്റെ കയ്യിൽ തെളിവുണ്ട് എന്നൊക്കെ പറയുന്നത് കേട്ടു. സ്വാഭാവികമായി അദ്ദേഹത്തിന് പറയാനുള്ള ഒരു അവസരമുണ്ട്. ആ അവസരം അദ്ദേഹം പൂർത്തീകരിക്കട്ടെ. അത് അദ്ദേഹം പൂർത്തീകരിക്കട്ടെ. അതിനുശേഷം കോൺഗ്രസ് നടപടികളുമായി മുന്നോട്ട് തന്നെയാണ് പോകുന്നത്. ഞങ്ങൾ പുറകോട്ട് പോകാൻ ഈ കാര്യത്തിൽ തയ്യാറല്ല. രാഹുലിന്റെ പക്ഷത്ത് ഏതെങ്കിലും രീതിയിലുള്ള ന്യായീകരണമോ ശരിയോ ഉണ്ട് എങ്കിൽ അല്ല, ഞാൻ ചോദിക്കുന്നത് കോൺഗ്രസിന്റെ പ്രാഥമിക അംഗമായി ഇരുന്നു കൊണ്ട് അല്ല, എന്റെ ചോദ്യം ഞാൻ ചോദിക്കുന്നത് കോൺഗ്രസ് എടുത്ത നിലപാടുകളെ അല്ല ശ്രീ നിജേഷ്, എന്റെ ചോദ്യം കോൺഗ്രസിന്റെ പ്രാഥമിക അംഗമായി ഇരുന്നു കൊണ്ട് അദ്ദേഹത്തിനോട് എന്തുകൊണ്ട് വിശദീകരണം ചോദിക്കാനായിട്ട് കഴിയുന്നില്ല? കോൺഗ്രസിന്റെ പ്രാഥമിക അംഗത്വം അദ്ദേഹത്തിന് വേണ്ട എന്നുള്ള ഒരു തീരുമാനം വരണമെങ്കിൽ അത് അതീവ ഗുരുതരമായിട്ടുള്ള ഒരു കാര്യമല്ലേ? ഒരു കോൺഗ്രസ് പ്രവർത്തകനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ പ്രൈഡ് എന്ന് പറയുന്നത് അദ്ദേഹം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിലെ ഒരു അംഗമാണ് എന്നുള്ളതാണ്. ഭാരവാഹിത്വം എന്ന് പറയുന്നത് രണ്ടാമത് വരുന്നതാണ്. അപ്പോൾ നിങ്ങൾ അംഗമായി തന്നെ തുടർന്നുകൊണ്ട് നിങ്ങളോട് ചോദിക്കാൻ കഴിയുന്ന ഒരു കാര്യമാണ് ഈ വിശദീകരണം. പക്ഷെ അതിന് നിങ്ങൾ യോഗ്യനല്ല എന്ന് കണ്ടെത്തിയതിനു ശേഷം സസ്പെൻഡ് ചെയ്തിട്ടാണ് ഈ വിശദീകരണം ചോദിക്കുന്നത്. അല്ലാതെ നോക്കൂ, അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം അതാണ്. നിങ്ങൾ അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്യുക എന്ന് പറയുന്നത് നിങ്ങളിൽ നിന്ന് മൊഴിയെടുക്കുക എന്നുള്ളത് മാത്രമല്ലല്ലോ, നിങ്ങളൊരു പാരലൽ അന്വേഷണം അവിടെ റൺ ചെയ്യണം. പക്ഷെ ഇത് അദ്ദേഹത്തിന്റെ ഭാഗം പോലും കേൾക്കുന്നതിന് മുമ്പ് അദ്ദേഹത്തിനെ സസ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിലത്തേക്കുള്ള ഗുരുതരമായിട്ടുള്ള ഒരു പ്രശ്നം ഇതിലുണ്ട് എന്നുള്ളത് താങ്കൾ സമ്മതിച്ചില്ലെങ്കിലും ആൾക്കാർക്ക് മനസ്സിലാകും. രണ്ട്, താങ്കൾ പറഞ്ഞു സണ്ണി ജോസഫ് അടക്കമുള്ള ആൾക്കാർ പറഞ്ഞതിന് ശേഷം പിന്നീട് ശ്രീമതി ഉമാ തോമസും ശ്രീമതി കെ രമ അടക്കമുള്ള ആൾക്കാർ പ്രതികരിച്ചിട്ടില്ല എന്ന്. പക്ഷെ അവരവരുടെ പ്രാഥമികമായിട്ടുള്ള നിലപാട് തിരുത്തിയിട്ടില്ല. അവർ ഇതുവരെ മറിച്ച് പ്രസ്താവന നടത്തിയിട്ടില്ല. എന്ന് വെച്ചാൽ സണ്ണി ജോസഫ് പറയുന്നതിനൊപ്പമാണ് ഞങ്ങളെന്നും ഞങ്ങളുടെ നേരത്തെ ഉണ്ടായിരുന്ന നിലപാട് ഞങ്ങൾ ഇതാ തിരുത്തുന്നു എന്നും ഇവരാരും പറഞ്ഞിട്ടില്ല. അപ്പൊ ആ ഒരു സ്റ്റേറ്റ്മെന്റ് കൊണ്ടതിന് കാര്യമില്ല. കാരണം നേരത്തെയും കോൺഗ്രസിന്റെ പല ആൾക്കാരും അഭിപ്രായം പറയുന്നുണ്ട്. ഞാൻ പറഞ്ഞത് വി ഡി സതീശന് ബോധ്യമായിട്ടുള്ള കാര്യം, അതുകൊണ്ടൊരു തീരുമാനമെടുക്കുന്നു. അതിനുശേഷം ആ തീരുമാനം അദ്ദേഹം മറ്റു നേതൃത്വത്തിനെ കൺവിൻസ് ചെയ്യിപ്പിക്കുന്നു. എന്നിട്ട് രാഹുലിനോട് വിശദീകരണം ചോദിക്കുക എന്ന് പറയുന്നത് ഒരു നാച്ചുറൽ ജസ്റ്റിസ് ആണ്. സമ്മതിച്ചു, അദ്ദേഹത്തിനോട് അഭിപ്രായം ചോദിക്കണം, അതൊരു സ്വാഭാവിക നീതിയാണ്. പക്ഷേ അത് ചോദിക്കുന്ന സമയത്ത് അദ്ദേഹം പാർട്ടിയുടെ അംഗമാകാൻ പാടില്ല എന്ന് തീരുമാനിക്കുന്നുണ്ട് എങ്കിൽ അത് കടക്കൽ കത്തിവെക്കുന്നതിന് തുല്യമാണ്. അത് ബോധ്യമായി. അല്ല, പാർട്ടിക്ക് ബോധ്യമുണ്ട്. അല്ലല്ല, ഈ രാഹുലിനെ ചുമന്നുകൊണ്ട് നടക്കുവാൻ പറ്റില്ല എന്ന് പാർട്ടിക്ക് ബോധ്യമായി. അതുകൊണ്ടാണ് അങ്ങനെ ചെയ്തത്. അത് മാത്രമല്ല, രാഹുൽ പറയുന്ന ന്യായീകരണങ്ങൾ അതും പാർട്ടിക്ക് ബോധ്യമാകുന്നില്ല. പരസ്യമായിട്ട് മാധ്യമങ്ങളെ കണ്ടപ്പോൾ ഇന്നലെ പറഞ്ഞല്ലോ, ഇങ്ങോട്ട് കുറെ വിശദീകരണങ്ങൾ പറയുവാനാണ് രാഹുൽ ആഗ്രഹിച്ചത്. അത് പൊളിഞ്ഞു പാളീസാവുന്ന കാഴ്ചയാണ് കണ്ടത്. ഡാനെതിരെയുള്ള ഒരു ആരോപണം കൂടിയായിരുന്നു. ഡാൻ അതിന് കൃത്യമായിട്ട് വിശദീകരണം നൽകുന്നുണ്ട്. ഇപ്പോൾ ഡാന്റെ വാക്കുകൾ കൂടി കേൾക്കാം. ആ സ്റ്റോറി മുഴുവനായിട്ട് കേൾക്കാം. എന്താണ്? കേട്ടില്ല. എനിക്ക് ആ പേര് റിവീൽ ചെയ്യുന്ന അല്ല, പേര് റിവീൽ ചെയ്താലല്ല ചേട്ടാ എനിക്കത് ആരാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ. അങ്ങനെ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്നെ പറ്റി ഇങ്ങനെ എന്താ പറഞ്ഞു നടക്കുന്നത് എനിക്കറിയാൻ പറ്റില്ലല്ലോ. അത് ആരാണെന്ന് വ്യക്തമായി സംസാരിച്ചാലേ എനിക്ക് ക്ലിയർ ഔട്ട് ചെയ്ത്. ഞങ്ങളോട് പറഞ്ഞു എന്തെന്നറിയോ അവന്തിക, പാർട്ടിക്ക് ഒരാള് കംപ്ലൈന്റ് കൊടുത്തിട്ടുണ്ട്. എന്താണ്, ഒരു ട്രാൻസ്ജെൻഡർ കംപ്ലൈന്റ് കൊടുത്തിട്ടുണ്ട്. ഏതോ ഒരു ലീഡർ മിസ്ബിഹേവ് ആയിട്ട് സംസാരിച്ചെന്നോ ഫോട്ടോ അയച്ചു കൊടുത്തെന്നോ പറഞ്ഞിട്ട് ഒരു കംപ്ലൈന്റ്. പിന്നെ വേറെ ഏതോ ഒരു കമ്മ്യൂണിറ്റിക്ക് എന്തോ മോശമായിട്ട് അനുഭവം ഉണ്ടായിട്ടുണ്ടെന്ന് പറഞ്ഞാൽ ഈ ചേട്ടൻ വിളിക്കുന്നത്. അപ്പോഴാണ് ഞങ്ങൾ കോൺഫറൻസിൽ ആഡ് ചെയ്തത്. അപ്പൊ പിന്നെ അവന്തികയുടെ നമ്പർ ഉണ്ടോ എന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു നമ്പർ വരുന്നില്ല, ഞാൻ എന്തായാലും കോൺഫറൻസ് ആഡ് ചെയ്യാൻ അമ്മയുടെ അനുവാദത്തോടു കൂടി ഞാൻ അതാണ് ആഡ് ചെയ്തത്. ഓക്കെ, പറഞ്ഞോളൂ. അപ്പൊ ചേട്ടനോട് ആരാ പറഞ്ഞത് കാര്യം? അത് സംസാരിക്കൂ. ചേട്ടനോട് ആരാണ് പറഞ്ഞത്? ചേട്ടൻ ന്യൂസ് 18-ലെ റിപ്പോർട്ടറാന്നല്ലേ പറഞ്ഞ. അപ്പൊ അത് സംസാരിക്കും. നിങ്ങളിങ്ങനെ എല്ലാം മറച്ചു വെച്ച് സംസാരിക്കേണ്ട ആവശ്യമില്ലല്ലോ. അല്ല, ഞാൻ കാര്യം പറയാം. ഞാൻ പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കുക. അപ്പൊ എന്നോട് പറഞ്ഞ ആളെ എനിക്ക് ആളുടെ പേര് ഇപ്പം ഞാൻ ചിലപ്പോ അടുത്ത ഒരു ഫ്യൂ മിനിറ്റ്സ് കഴിഞ്ഞിട്ട് പറയാം. പക്ഷെ ഇപ്പം ഞാൻ പറയുന്ന കാര്യം ഉള്ളതാണോ ഇല്ലയെന്ന് പറയുക, ഇല്ലെങ്കിൽ വിട്ടേക്കുക. പറഞ്ഞത് നിങ്ങളൊരു ത്രെട്ടൺ സിറ്റുവേഷനിലാണ്. നിങ്ങൾ ലൈഫ് ത്രെട്ടണിങ് തരത്തിലുള്ള ഭീഷണി നിങ്ങൾക്ക് നേരിടുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ബിക്കോസ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഭാഗത്ത് നിന്ന് നിങ്ങൾക്ക് വളരെ പ്രയാസകരമായ ഒരു അനുഭവം നേരിട്ടു. പക്ഷെ നിങ്ങൾ അങ്ങനെ ഒരു കാര്യം പുറത്ത് പറയാൻ പേടിയുണ്ട്. നിങ്ങൾ ആരോടും പറയാതിരിക്കുകയാണ്. അതിന്റെ ചാറ്റും മറ്റേ ഫോൺ റെക്കോർഡ്സും എല്ലാ സംഭവവും നിങ്ങളുടെ കൈക്കാണ്. പക്ഷെ
ലൈഫ് ത്രെട്ടൺ സിറ്റുവേഷൻ ആയതുകൊണ്ടാണ് നിങ്ങൾ ഒരു കാര്യം ഇങ്ങനെ മുമ്പോട്ട് പറയാത്തതെന്നാണ് പറഞ്ഞത്. അപ്പം അതിനിടയിലാണ്, കാരണം എനിക്ക് ഇതിനെപ്പറ്റി കൂടുതൽ സീരിയസ്നെസ്സിൽ ഇത് ആരൊക്കെ എവിടെ നിന്നൊക്കെയാണെന്നൊന്നും എനിക്ക് അറിയത്തില്ല. ഇയാളുമായി ബന്ധപ്പെട്ട കഴിഞ്ഞ ദിവസം ഒരു അലിഗേഷൻ ഉണ്ടായി അറിഞ്ഞായിരുന്നോ? ഞാനായിട്ട് ബന്ധപ്പെട്ടോ? അല്ല, ഈ രാഹുൽ മാങ്കൂട്ടത്തിലുമായി ബന്ധപ്പെട്ട് രാഹുൽ മാങ്കൂട്ടത്തിലല്ലേ ബന്ധപ്പെട്ടുള്ള അല്ല സോറി അല്ല, നിങ്ങൾ അങ്ങനെ തെറ്റിദ്ധരിക്കരുത്. പേര് അതിൽ വലിച്ചെടുക്കപ്പെട്ടതാണ്. അതല്ലേന്ന് ഞാൻ ചോദിച്ചത്. അതാണ് ഞാൻ കണ്ടത് ഇതുവഴി. അതായത് ഒരാള് അബോർട്ട് ചെയ്തു, കണ്ടായിരുന്നോ അത്? കണ്ടിരുന്നു, ഞാൻ കണ്ടിരുന്നു. അപ്പൊ അത് കണ്ടിരുന്നു. ഓക്കെ, ഇവിടെ എന്റെ റോൾ എന്താന്ന് എനിക്ക് മനസ്സിലായില്ല, അതാണ്. ഓക്കെ. അപ്പം നിങ്ങൾ അങ്ങനെ ഒരു പരാതി KPCCക്ക് കൊടുത്തിട്ടുണ്ടോ? നിങ്ങളാണോ കൊടുത്തതെന്ന് അറിയാനാണ് ഞാൻ അരുണിമയെ വിളിച്ചത്. കാരണം എനിക്ക് നിങ്ങളെ പരിചയമില്ല. എനിക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ എനിക്ക് പോലീസിലായിട്ട് കംപ്ലൈന്റ് പോകാനും അല്ലാതെ എന്റെ പാർട്ടി വഴി കംപ്ലൈന്റ് പോകാനും എല്ലാ അവസരങ്ങളും ഈ നാട്ടിലുള്ള സമൂഹത്തിലല്ലേ നമ്മൾ ജീവിക്കുന്നത്. അപ്പൊ എനിക്ക് പേഴ്സണലി അങ്ങനെ തന്നെ എക്സ്പീരിയൻസ് ഉണ്ടായാൽ എനിക്കത് തുറന്നു പറയാനുള്ള ബോധവും വിവരവും എല്ലാം ഉള്ള വ്യക്തിയാണ് ഞാൻ ഇതുവരെ ആർക്കും കംപ്ലൈന്റ് കൊടുത്തിട്ടില്ല. പിന്നെ രാഹുൽ എന്നെ സംബന്ധിച്ച് എന്റെ നല്ലൊരു സുഹൃത്താണ്. എന്റെ അടുത്ത് മോശമായിട്ട് സംസാരിച്ചിട്ടുമില്ല. നിങ്ങളുടെ അടുത്ത് സംസാരിച്ചിട്ടില്ല? ഇല്ല. ഓക്കെ. അപ്പൊ ക്ലിയർ ആയത്. ഈ പരാതി പറഞ്ഞതാരാണ്? ഞാൻ ഇപ്പൊ നിങ്ങൾക്ക് അങ്ങനെ ഇല്ല എന്ന് പറഞ്ഞ സ്ഥിതിക്ക് നിങ്ങൾ അത് വിട്ടേക്കുക, സംഭവം വിട്ടേക്കുക. അല്ലെങ്കിൽ ഇങ്ങനെ എന്നെ പറ്റി ഒരു അപവാദം പറഞ്ഞു നടക്കുമ്പോ അത് ആരാന്ന് അറിയാനുള്ള അവകാശമില്ല ചേട്ടാ, അതുകൊണ്ട് ചോദിച്ചതാണ്. അങ്ങനെ നിങ്ങളെ മോശമായിട്ടൊന്നും അല്ല കേട്ടോ പറഞ്ഞത്. മോശമല്ലെങ്കിൽ കേരളത്തിലൊരു MLA, പാലക്കാട് പാലക്കാട് MLA ആണ്. ആ MLA ആയിട്ട് എനിക്കും ബാഡ് എക്സ്പീരിയൻസ് ഉണ്ടെന്ന് പറഞ്ഞാൽ അതൊരു മോശപ്പെട്ട കാര്യം തന്നെയല്ലേ? ഇല്ലേ? ബാഡ് എക്സ്പീരിയൻസ് ഉണ്ടായെന്നല്ല പറഞ്ഞത്. നിങ്ങൾക്കൊരു വാട്സാപ്പ് ചാറ്റിൽ മിസ്ബിഹേവ് ചെയ്യുന്ന രീതിയിൽ അത് തന്നെ, അതൊരു ബാഡ് എക്സ്പീരിയൻസ് അല്ലേ? മിസ്ബിഹേവ് ചെയ്തു എന്ന് പറയുന്നത് തന്നെ ഒരു ബാഡ് എക്സ്പീരിയൻസ് ആണല്ലോ. അപ്പൊ അത് പറഞ്ഞു നടക്കുന്ന ആരാന്ന് അറിയാനുള്ള അവകാശം എനിക്കും കൂടി ഇല്ലേ? ഞാൻ ആളോടൊന്ന് ചോദിക്കട്ടെ. നിങ്ങളിപ്പോ ഇങ്ങനെയാണ് പറയുന്നത്, നിങ്ങളുടെ ക്ലാരിഫിക്കേഷൻ ഇങ്ങനെയാണ്. ഞാൻ അങ്ങനെയാന്ന് പറയേണ്ട ആവശ്യമില്ല. എനിക്ക് എന്തെങ്കിലും മിസ്ബിഹേവ് ഉണ്ടായാലും എനിക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടായാലും ബന്ധപ്പെട്ട അതോറിറ്റീനെ സമീപിക്കാനുള്ള എല്ലാ ബോധവും അവകാശവും എല്ലാം എനിക്കുള്ളതാണ്. അത് എന്നെ സംബന്ധിച്ച് എനിക്ക് അങ്ങനെ പ്രശ്നം ഉണ്ടായാൽ എനിക്ക് അത് സമീപിക്കാനുള്ള എല്ലാ ഫ്രീഡം ഉണ്ട്, അതിനുള്ള എല്ലാ വഴികളുണ്ട്. പോലീസ് തലത്തിലായാലും ഇപ്പൊ ന്യൂസ് പരമായാലും അല്ലാത്ത ഗവൺമെന്റ് തലത്തിലായാലും എനിക്ക് നല്ല ഏതാണ് ചുമതല എന്താണ് ഇപ്പൊ? എനിക്ക് നിലവിൽ എനിക്ക് പാർട്ടിയിൽ ചുമതല ഒന്നും തന്നെ ഇല്ല. അതായത് നിങ്ങൾ കോൺഗ്രസ് യുവമോർച്ചയില്ലേ? അതെ, ചുമതല ഒന്നുമില്ല. ചുമതലയില്ല. ഓക്കെ. എനിക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു നിങ്ങൾ ഈ ഞാൻ അങ്ങനെയാണ് ഈ അരുണിമയെ വിളിച്ചു. ഞാനും അത് ഓർത്തത്. ഇവള് പരാതി കൊടുക്കേണ്ട കാര്യമില്ല. പിന്നെ ഇവിടെ നിന്ന് ഒരാൾ പരാതി കൊടുക്കുവാണെങ്കിൽ നമ്മള് അറിയണം. ഈ അമ്മയാണെങ്കിലും അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഞാനാണെങ്കിലും ഒന്ന് അറിയണം ഒരു കംപ്ലൈന്റ് വരുമ്പോ. KPCCയിലല്ല, കേരള കോൺഗ്രസിന്റെ എന്തൊരു സംഭവം വന്നാലും ഞാൻ അറിയും. ഞാൻ പ്രസിഡന്റ് സ്ഥാനത്തിരിക്കുന്നത്, അല്ലെങ്കിൽ അരുണിമ അറിയും. ഇത് രണ്ടുപേരും അറിയാതെ വേറൊരാള് നേരിട്ട് കൊടുത്തു എന്ന് പറയുന്നത് കള്ളത്തരമാണ്. ഞങ്ങൾക്ക് അങ്ങനെ കംപ്ലൈന്റ് ഉണ്ടെങ്കിൽ ഞാനല്ലേ കൊടുക്കേണ്ടത്. വേറൊരു വ്യക്തി എന്നെ പറ്റി എനിക്കൊരു പ്രശ്നം ഉണ്ടെന്ന് പറഞ്ഞ് കംപ്ലൈന്റ് കൊടുക്കേണ്ട ആവശ്യമില്ലല്ലോ. എനിക്ക് പ്രശ്നം ഉണ്ടെങ്കിൽ ഞാനാണ് കൊടുക്കേണ്ടത്. നിങ്ങളെ അവന്തിക നിന്നെ എന്നല്ല പറയുന്നത്, മൊത്തത്തിൽ ഇവിടെ ആരെയോ ഒരാളെ ചൂസ് ചെയ്ത് കൊണ്ടിട്ടാണ് സംസാരിക്കുന്നത്. അപ്പോ അത് അവന്തികയാണോ എന്നൊരു ഡൗട്ട്, അത് അവന്തികയാണോ അങ്ങനെയാ ചോദിച്ചത്. അങ്ങനെ ഡൗട്ട് വരെ ഞാൻ കോൺഗ്രസിലും അല്ല. അയ്യോ, അത് എനിക്ക് അറിയത്തില്ലല്ലോ. ഞാൻ വിളിച്ചു ചോദിച്ചത്, അത് ക്ലാരിഫൈ ചെയ്യാനാണ് വിളിച്ചത്. അമ്മയാ, ഒരു മിനിറ്റ് അമ്മയാ. ഓക്കെ, പറയൂ. ശരി, താങ്ക്സ്. ഇത് എപ്പോഴാണ് ഈ സംഭവം ഉണ്ടാകുന്നത്? സംഭവിച്ചിട്ട് കുറച്ച് നാളായി, ഒരു 3-4 മാസത്തിന് മേലേക്ക് ആയിട്ടുണ്ട്. ഒരിക്കൽ മാത്രം ഇങ്ങനെ ഒരു മിസ്ബിഹേവിയർ ഉണ്ടായിട്ടുള്ളൂ, അതോ ഇത് തുടർച്ചയായിട്ട് ഈ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? ആദ്യമൊക്കെ തുടർച്ചയായി തന്നെ ഉണ്ടായിട്ടുണ്ട്. പിന്നെ ഇയാൾക്കെതിരെ പല ആരോപണങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് അയാള് പിന്നീട് കോണ്ടാക്ട്സ് കുറച്ചിട്ടുമുണ്ട്. പിന്നെ ഇന്ന് രാവിലെ ഉൾപ്പെടെ എനിക്ക് കോൾ ചെയ്തിട്ടുണ്ട്. കാരണം അയാള് പേടിക്കുന്നു, ഭയക്കുന്നു എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം ഇത് പുറത്ത് പറയുമോ അങ്ങനെയുള്ള
അയാൾക്ക് ചിലതര വൈകൃതങ്ങളാണ്. അയാളുടെ അടുത്ത് പബ്ലിക്കായിട്ടാണ്, മീൻസ് ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ വന്നിട്ടാണ് ഡിസപ്പാറിങ് മെസ്സേജാണ്. അതെനിക്ക് സ്ക്രീൻഷോട്ട് പോലും എടുക്കാൻ പറ്റില്ല. ഇന്നലെ ആ യുവനടി വെളിപ്പെടുത്തിയത് പോലെ തന്നെ ഇയാള് അയക്കുന്ന മെസ്സേജ് സ്ക്രീൻഷോട്ട് പോലും എടുക്കാൻ പറ്റാത്ത രീതിക്കുള്ള മെസ്സേജുകളാണ് അയക്കുന്നത്. അപ്പോൾ അയാൾ എൻ്റെ അടുത്ത് ചോദിച്ചത് നിന്നെയൊക്കെ എനിക്ക് അയാൾക്കുള്ള വൈകൃത എന്ന് പറഞ്ഞ് നിന്നെ എനിക്ക് റേപ്പ് ചെയ്യണം എന്നാണ് അയാൾ എൻ്റെ അടുത്ത് പറഞ്ഞത്. അത് ഇവിടെയല്ല, നമുക്ക് കേരളത്തിന് വെളിയിലുള്ള ഏതെങ്കിലും ഹോട്ടലുകളിൽ ബാംഗ്ലൂരോ ഹൈദരാബാദോ ആണ് അയാൾ സജക്ഷൻ ചെയ്ത 2 ഹോട്ടലുകൾ. അവിടെ നമുക്ക് പോകാം. ഇവിടേക്ക് ഇങ്ങനെ ഇതായാൽ ആളുകൾ കാണും. ഒന്നാമത് ഞാനും ഇങ്ങനെയൊക്കെ നിൽക്കുന്ന ആളാണ് എന്നൊക്കെ പറഞ്ഞാണ് എൻ്റെ അടുത്ത് സംസാരിച്ചത്. നിങ്ങളപ്പോൾ എന്ത് മറുപടിയാ പറഞ്ഞത് ഈ രീതിയിൽ സംസാരിച്ചപ്പോൾ ഞാൻ മറുപടി ഒന്നും പറഞ്ഞിട്ടില്ല. മാത്രമേ വേണ്ടിയിട്ടുള്ളൂ. കാരണം വെച്ചാൽ നമുക്കറിയാം, എനിക്ക് ഇങ്ങനെ ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ നിൽക്കുന്ന വ്യക്തിയാണ്. മാത്രമല്ല സമൂഹത്തിലെ ഒരു MLA ആണ്. അപ്പോൾ ഇയാളുടെ അടുത്ത് ഏത് രീതിയാണ് പ്രതികരിക്കണ്ടേ എന്നുള്ള ഒരു കൺഫ്യൂഷൻ എനിക്ക് ആ സമയത്ത് ഉണ്ടായിരുന്നു. പ്രതികരിച്ചാൽ ചിലപ്പോൾ എന്തായിരിക്കും അവസ്ഥയെന്നും ഞാൻ ഭയന്നിരുന്നു. കാരണം ഇനി ഉണ്ടാവുന്ന ഭവിഷ്യത്തുകൾ ഇപ്പം അറിയാമല്ലോ. ഒരാൾ പ്രതികരിക്കുമ്പോൾ അയാൾക്ക് നേരിടേണ്ടി വരുന്ന പ്രശ്നങ്ങൾ സമൂഹത്തിൽ നിന്നും മാത്രമല്ല സൈബർ ഇടങ്ങളിൽ അറ്റാക്കും ഇയാളുടെ കൂട്ടാളിയിൽ നിന്നൊക്കെ വല്ല പ്രശ്നങ്ങളും നേരിടാൻ സാധ്യതയുണ്ട്. ഇതിനെപ്പറ്റി ഒരു സൂചന ലഭിച്ചിട്ടായിരുന്നു ഞാൻ നേരത്തെ ഒരാഴ്ച മുമ്പ് നിങ്ങളെ വിളിച്ചത്. ഞാൻ നിങ്ങളെ വിളിച്ച കാര്യം ഉടൻ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിലും അദ്ദേഹത്തിന്റെ വിശ്വസ്തരും അറിഞ്ഞു. ഉടൻ തന്നെ എന്നെ ഫോണിൽ ബന്ധപ്പെട്ടു. തേജോവധം ചെയ്യാനുള്ള ശ്രമമാണ് നടക്കുന്നത് എന്നാണ് എനിക്ക് നൽകിയ മറുപടി. അപ്പോൾ ഞാനായിട്ട് അത് പറയുന്നില്ല, നിങ്ങളായിട്ട് അതുമായി രംഗത്ത് വരട്ടെ എന്നോർത്താണ് ഞാനൊന്നും സംസാരിക്കാതിരുന്നത്. പിന്നീട് എനിക്ക് ആ സമയത്ത് ഉൾപ്പെടെ എനിക്ക് ഭയമായിരുന്നു. കാരണം ഇത് പ്രതികരിച്ചു കഴിഞ്ഞാൽ അതിന്റെ ആഫ്റ്റർ എഫക്ട് എന്താണെന്ന് നമുക്ക് അറിയത്തില്ല. കാരണം അയാൾ ഒരു സമൂഹത്തിന് മുഖ്യധാരയിൽ നിന്ന് രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന ഒരു വ്യക്തിയാണ്. അയാൾ ഇങ്ങനെ ഒരു ആരോപണ വിധേയമാകുമ്പോൾ അയാൾ തിരിച്ച് നമ്മളെ ഏത് തരത്തിലാണ് ആക്രമിക്കാൻ പോകുന്നത്, അല്ല അയാളുടെ കൂട്ടാളികൾ ഏത് തരത്തിലാണ് നമ്മൾ സൈബർ ഇടങ്ങളിൽ ആക്രമിക്കാൻ പോകുന്നത്, നമുക്ക് മീൻസ് കൺഫ്യൂസ്ഡ് ആയി നിൽക്കുന്ന സ്റ്റേജാണത്. പിന്നെ എനിക്കും പേടിയുണ്ട്. ഞാനും അയാളെ ഭയന്നിരുന്നു. ഇതൊക്കെ പുറത്തു വന്നാൽ നാളെ എന്താവും ഇഷ്യൂ എന്ന്. ഞാനും ആരെങ്കിലും ഒക്കെ പുറത്ത് പറയട്ടെ എന്ന് കാത്തിരിക്കുവായിരുന്നു. നിങ്ങൾ ആരോടെങ്കിലും ഔദ്യോഗികമായി ഈ സംഭവങ്ങൾ അറിയിച്ചിട്ടുണ്ടോ? പാർട്ടി ഏതെങ്കിലും നിങ്ങൾ ഉൾപ്പെട്ട് നിൽക്കുന്ന, ഞാൻ മനസ്സിലാക്കുന്നത് നിങ്ങളൊരു രാഷ്ട്രീയ പാർട്ടിയുടെ സംഘടനയുമായി, ട്രാൻസ്ജെൻഡർ സംഘടനയുമായി ബന്ധപ്പെട്ടാണ് നിൽക്കുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെ പാർട്ടിയെ ഔദ്യോഗികമായി അറിയിച്ചിട്ടുണ്ടോ ഈ കാര്യം? ഞാൻ നിലവിൽ ഇത് പാലക്കാട് BJPയുടെ ജില്ലാ അധ്യക്ഷനെ ചേട്ടൻ്റെ അടുത്ത് ഇങ്ങനെ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഇത്തരം കാര്യങ്ങൾ എനിക്ക് രാഹുലിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. തെളിവുകളടക്കം അദ്ദേഹത്തിന് കൈമാറിയിട്ടുണ്ട് അല്ലേ? തെളിവുകൾ ഇവൻ നശിപ്പിക്കുകയാണ് ചെയ്തത്. തെളിവുകളൊന്നും തന്നെ ഇല്ല. ഇന്ന് രാവിലെ വിളിച്ചതിന്റെ സ്ക്രീൻഷോട്ടുകളുണ്ട്. ഇന്ന് രാവിലെ എന്നെ കുറെ പ്രാവശ്യം കോൾ ചെയ്തതിന്റെ സ്ക്രീൻഷോട്ടും അത് എനിക്ക് തോന്നുന്നു ഇവൻ ഇന്ന് ഞാൻ പുറത്ത് വിടും, ഞാൻ പുറത്ത് പറയും എന്നുള്ള ഭയന്നിട്ടായിരിക്കും ഇന്ന് എന്നെ വിളിച്ചേക്കണത്. അതും എൻ്റെ കയ്യിലുണ്ട്. മാത്രമല്ല ഇത് മുന്നേ അയച്ച ഡിയർ എന്നൊക്കെ പറഞ്ഞ ഹായ് ഹോയ് മെസ്സേജസ് മാത്രമേ ഉള്ളൂ. ഓക്കെ ശരി. അപ്പൊ നിങ്ങളുടെ എന്താണ് തുടർ നടപടി? നിങ്ങൾ ഇതിൽ എന്തെങ്കിലും രേഖാമൂലം പരാതി നൽകുമോ? ഓഗസ്റ്റ് 1 ഓഗസ്റ്റ് 21 ഡാൻ കുര്യൻ അവന്തികയോട് സംസാരിച്ചപ്പോൾ ഉള്ള അവരുടെ പ്രതികരണമാണ്. എന്തുകൊണ്ടാണ് അന്ന് എനിക്കങ്ങനെ പരാതിയില്ല, എന്നെക്കുറിച്ച് മോശമായ കാര്യങ്ങൾ പ്രചരിപ്പിക്കുകയാണ് എന്ന് പറഞ്ഞതും 21 എന്തുകൊണ്ടാണ് രാഹുലിനെതിരെ കാര്യങ്ങൾ വ്യക്തമായി പറയാൻ ധൈര്യം കിട്ടിയത് എന്നുമാണ് അവന്തിക പറഞ്ഞത്. ഇതിൽ ആ തുടക്കത്തെ ശബ്ദ രേഖ അത് വെച്ചുകൊണ്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇന്നലെ ന്യായീകരിക്കാൻ ശ്രമിച്ചത്. MS വേണുഗോപാൽ, ഇതിൽ ന്യായീകരണം സത്യസന്ധമല്ല എന്നുള്ളത് ആ ക്ലിപ്പിങ്സ് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് വ്യക്തമാകും. ഇതിൽ പൂർണ്ണമായിട്ടും ഒരു ഒളിച്ചുവെപ്പ് ഉണ്ട്. ഇതിൽ ആരൊക്കെയോ അവരുടെ പിന്നിൽ പ്രവർത്തിക്കുന്നുണ്ട് എന്നുകൂടി ബോധ്യമാകുന്ന വിധത്തിലാണ് ഇപ്പോൾ അവർ കാര്യങ്ങൾ പറയുന്നത്. 2 വിധത്തിൽ ഒരേ സമയത്ത് സംസാരിക്കുന്നു എന്നുള്ളതിൽ നിന്ന് വ്യക്തമാകുന്നത് മറ്റെന്തോ ശക്തികൾ കൂടി അതിൻ്റെ പിന്നിൽ ഉണ്ട് എന്നുള്ളതാണ്. അത് ഇനിയും വ്യക്തമാക്കേണ്ടത് അവർ തന്നെയാണ്. അത് വ്യക്തമാക്കത്തിടത്തോളം കാലം നമുക്കതിനെക്കുറിച്ച് കൂടുതൽ അഭിപ്രായം പറയുക സാധ്യമല്ല. ശരി, ഞാൻ അവസാനിപ്പിക്കുകയാണ്. നന്ദി ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും. ഇന്നത്തെ ചോദ്യം ഇതായിരുന്നു: സ്ത്രീകളുടെ സുരക്ഷയും ആത്മാഭിമാനവും സംരക്ഷിക്കപ്പെടണമെന്ന് ആഗ്രഹിക്കുന്ന പാർട്ടിയാണ് കോൺഗ്രസ് എന്നാണ് സണ്ണി ജോസഫ് ഇന്ന് പറഞ്ഞത്. പക്ഷേ പാലക്കാട്ടുകാർ ഈ ആളെ രാഹുൽ മാങ്കൂട്ടത്തിലിനെ സഹിക്കണോ എന്നുള്ള കാര്യമായിരുന്നു ഇന്ന് വൈൻഡ് ഡിബേറ്റ് ചോദ്യമായി ഉന്നയിച്ചത്. ഇതിന് പ്രേക്ഷകരുടെ ഉത്തരം ഇങ്ങനെയാണ്: രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ കോൺഗ്രസ് നടപടി ഉചിതമോ എന്ന് 51% പേർ അതെ എന്നും 45% പേർ അല്ല എന്നും അഭിപ്രായം രേഖപ്പെടുത്തിയിരിക്കുന്നു. വൈൻഡ് ഡിബേറ്റ് അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം.